ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 3 നമ്മുടെ സബ്ജക്റ്റിൽ മൊഡ്യൂൾ 3 ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള മൊഡ്യൂള്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഔട്ട് ഓഫ് 100 50 മാർക്ക് is from മൊഡ്യൂൾ 3. ഓക്കെ, അതിൽ തന്നെ 50 മാർക്സിൽ 25 മാർക്സ് is for design and the remaining 25 marks is for drawing. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസിൽ 6 ഡിസൈൻ പഠിക്കാനുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് ബി ആയിട്ട് വരുന്ന പോർഷനിൽ ആൻസർ എനി വൺ ഫുൾ ക്വസ്റ്റ്യൻ ഈച്ച് ക്യാരി 50 മാർക്സ്. അപ്പോൾ ഏതെങ്കിലും 2 ഹൈഡ്രോളിക് സ്ട്രക്ചർ തന്നിട്ടുണ്ടാവും, അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം, അതായത് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 6 സ്ട്രക്ചറും പഠിക്കേണ്ടതില്ല, ഏതെങ്കിലും 5 എണ്ണം പഠിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന ഏതെങ്കിലും 5 ഡിസൈൻ പഠിക്കാം. അത് ഫുള്ളായിട്ട് പഠിച്ചാൽ തന്നെ ഒരിക്കലും നിങ്ങൾ DHS ഫെയിൽ ആവില്ല. ഇനി ഈ 5 ഡിസൈനിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഡിസൈൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ഒന്നാമത്തെ ഡിസൈൻ പഠിക്കും, അതിനുശേഷം രണ്ടാമത്തെ ഡിസൈൻ പഠിക്കും. അപ്പോൾ വൺസ് നിങ്ങൾ രണ്ടാമത്തെ ഡിസൈൻ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒന്നാമത്തെ ഡിസൈൻ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. അതായത് ഇത് സൈഫൺ അക്യൂഡക്റ്റിന്റെ ഡിസൈൻ അറിയുന്നവർക്ക് അക്യൂഡക്റ്റിന്റെ ഡിസൈൻ സിമ്പിൾ ആയിരിക്കും. ഇത് പഠിച്ചവർക്ക് ഇതും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കൂടി നിങ്ങൾ ഒരു ഡിസൈൻ പഠിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇത് ഒരു ഡിസൈനായി, ഇത് രണ്ടാമത്തെ ഡിസൈനായി, ഇത് മൂന്നാമത്തെ ഡിസൈനായി, ഇത് നാലാമത്തെ ഡിസൈനായി, റൈറ്റ്? അപ്പോൾ നമ്മൾ ഇത് ലീവ് ഔട്ട് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, ഇത് ലീവ് ഔട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ശരിക്കും 4 ഡിസൈൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു 4 ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും DHS പാസ്സാവാൻ പറ്റും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഏറ്റവും ആദ്യത്തെ ഡിസൈൻ, നമ്മൾ 6 ഡിസൈനും നോക്കും, അതിൽ ഏറ്റവും ആദ്യത്തെ ഡിസൈൻ അക്യൂഡക്റ്റിന്റെ ഡിസൈൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്യൂഡക്ട്സ് ഏതൊക്കെയാണെന്ന്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ നമുക്ക് സിലബസിൽ ടൈപ്പ് 3 പഠിക്കാനുള്ളൂ. അപ്പോൾ ഏത് ക്വസ്റ്റ്യനും വന്നാലും എളുപ്പത്തിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അക്യൂഡക്റ്റ് ടൈപ്പ് ഈസ് ടൈപ്പ് 3 ആൻഡ് ദെൻ വി ക്യാൻ സ്റ്റാർട്ട് ദി ഡിസൈൻ. അപ്പോൾ 1 and 2 നമ്മൾ ബോദർ ചെയ്യേണ്ടി വരില്ല, നമുക്ക് ടൈപ്പ് 3യിലേക്ക് പോയാൽ മതി. ഇത് ടൈപ്പ് 3 നോക്കാനുള്ള കാരണം ദിസ് ഈസ് കമ്പാരറ്റീവ്ലി എക്കണോമിക്കൽ. അതല്ലെങ്കിൽ സാധാരണ കേസിൽ പ്രാക്ടിക്കൽ പേർപ്പസിലാണെങ്കിൽ വി വിൽ ഡു ബോത്ത് ദ കാൽക്കുലേഷൻസ്, ടൈപ്പ് 2 കാൽക്കുലേഷൻസ് ആൻഡ് ടൈപ്പ് 3 കാൽക്കുലേഷൻസ് ചെയ്ത് ഏതാണ് എക്കണോമിക്കൽ എന്ന് നോക്കി അതിനനുസരിച്ചാണ് ആക്ച്വൽ പ്രാക്ടീസിലേക്ക് ഡിസൈൻ എടുക്കുക. അതുകൊണ്ട് തന്നെ ടൈപ്പ് 3 ആണ് നമ്മൾ മിക്കവാറും സിറ്റുവേഷൻ നോക്കുമ്പോഴേക്കും ടൈപ്പ് 3 ആണ് കൂടുതൽ എക്കണോമിക്കലായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിസൈനിൽ ടൈപ്പ് 3 പഠിക്കാനുള്ളത്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെയാണ് അക്യൂഡക്റ്റിന്റെ ഡിസൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. സോ ഡിസൈൻ ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് തരിക ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഡിസൈൻ ചെയ്യൂ എന്നാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അക്യൂഡക്റ്റ് ആണോ അത് സൈഫൺ അക്യൂഡക്റ്റ് ആണോ എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഡിസൈൻ എ സ്യൂട്ടബിൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്, വെദർ ഇറ്റ് ഈസ് അക്യൂഡക്റ്റ് ഓർ സൈഫൺ അക്യൂഡക്റ്റ്. അത് കണ്ടുപിടിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഡിസൈനിലേക്ക് കടന്നു പോകാൻ. ഓക്കെ, സോ ഹിയർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസൈൻ എ സ്യൂട്ടബിൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഗിവൺ ദ ഫോളോയിങ് ഡാറ്റ ആസ് അറ്റ് ക്രോസിംഗ് ഓഫ് എ കനാൽ ആൻഡ് എ ഡ്രെയിനേജ്. അപ്പം നിങ്ങൾക്കൊരു drainage ഉണ്ട് passing like this and you have a canal like this crossing over it. okay, ഇത്തരത്തിലുള്ള കനാലിന്റെയും ഡ്രെയിനേജിന്റെയും ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കനാലിന്റെ ഡീറ്റെയിൽ നോക്കാം. ഫുൾ സപ്ലൈ ഡിസ്ചാർജ്, അതായത് ആ കനാലിലേക്കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന മാക്സിമം സപ്ലൈ ഓഫ് വാട്ടർ എത്രയാണ്, 32 ക്യൂമെക്സ്. അതിന്റെ അകത്ത് മാക്സിമം ലെവൽ ഓഫ് സപ്ലൈ എത്രയാണ്,
അപ്പോൾ ഇവിടെ റെഡ്യൂസ് ലെവലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് 213.5. കനാൽ ബെഡ് ലെവൽ എത്രയാണ്? 212. അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, സപ്പോസ് നിങ്ങളുടെ കനാലിൻ്റെ ട്രഫ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ കനാലിൻ്റെ ബെഡ് ലെവൽ ഇതാണ്, അതിൻ്റെ ലെവൽ എത്രയാണ്? 212. അതിൻ്റെ അകത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന മാക്സിമം വാട്ടർ ലെവൽ എത്രയാണ്? ഇതാണ്. This is the maximum water level. Okay, so let it be 213.5. അപ്പോൾ what will be the depth of water? Depth of water തന്നിരിക്കുന്നത് എത്രയാണ്? 1.5 meter. Okay, now in continuation to that one, the trapezoidal canal section is with 1.5 horizontal is to 1 vertical slope. ഇത് ക്വസ്റ്റ്യനിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ. And canal water depth is 1.5 meter. ഇവിടെ canal water depth തന്നിരുന്നില്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ canal water depth തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് കനാലിലുള്ളത്. ഇനി അതേപോലെ ഡ്രെയിനേജിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഡ്രെയിനേജ് റിവർ ആണ്, അപ്പൊ ഡിസ്ചാർജ്, ഹൈ ഫ്ലഡ് ഡിസ്ചാർജ്, ആ റിവറിന്റെ അകത്ത് വരാൻ പോകുന്ന മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് എത്രയാണ് തന്നിരിക്കുന്നത്? 300 cumex. ഓക്കെ, റിവറിന്റെ അകത്തുള്ള മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് തന്നിരിക്കുന്നത് 300 cumex. ഹൈ ഫ്ലഡ് ലെവൽ എത്രയാണ്? 210. ഓക്കെ, ദെൻ ഹൈ ഫ്ലഡ് ഡെപ്ത് എത്രയാണ്? 2.5. ജനറൽ ഗ്രൗണ്ട് ലെവൽ എത്രയാണ്? 212.5. ഇനി ഈ ഡീറ്റെയിൽസ് വെച്ച് ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഏത് ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൊത്തം ഡിസൈൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ടത് ഏത് ക്രോസ് ഡ്രെയിനേജ് വർക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ലെവൽ വെച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കണം, അക്യുഡക്റ്റ് ആണോ നമ്മൾ ചെയ്യുന്നത് അതോ സൈഫൺ അക്യുഡക്റ്റ് ആണോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അക്യുഡക്റ്റ് ഓർ സൈഫൺ. വൺസ് നമ്മൾ പ്രോസസ്സ് അക്യുഡക്റ്റ് ആണോ സൈഫൺ അക്യുഡക്റ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം, ഇഫ് ഇറ്റ് ഈസ് അക്യുഡക്റ്റ് ഡിസൈൻ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അക്യുഡക്റ്റ് ഡിസൈൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ 5 സ്റ്റെപ്സ് ഇവിടെ കാണിക്കുന്നത്. സൈഫൺ അക്യുഡക്ട്സ് ആണെങ്കിൽ ഇനി ഒരു 3-4 സ്റ്റെപ്പ് അധികം ഉണ്ട്. ഓക്കെ, അപ്പോൾ സൈഫൺ അക്യുഡക്റ്റ് ആണെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് നമുക്ക് ഡിസൈനിൽ ചെയ്യാനുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ, സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഡിസൈൻ ഓഫ് കനാൽ വാട്ടർവേ, തേർഡ് സ്റ്റെപ്പ് ഈസ് ഹെഡ് ലോസ് ആൻഡ് ബെഡ് ലെവൽ അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻസ്, fourth is design of transition, and the last one is design of truck. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ് ഏതാണ്? നമുക്ക് which CD work should be designed, ഇത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം ഡ്രെയിനേജിലുള്ള ഹൈ ഫ്ലഡ് ലെവൽ എത്രയാണ്? 210 മീറ്റർ ആണ്. അതായത് ആ റിവറിൽ വരാൻ പോകുന്ന മാക്സിമം വാട്ടർ ഡെപ്ത്, അതിൻ്റെ റെഡ്യൂസ് ലെവൽ എത്രയാണ്? 210 ആണ്. ഇനി നമ്മൾ കനാലിൻ്റെ നോക്കുവാണെങ്കിൽ, കനാലില് നമുക്ക് കനാലിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ കനാൽ ബെഡ് ലെവൽ ഇതാണ്, കനാൽ വാട്ടർ ലെവൽ ഇതാണ്. ഓക്കെ, സോ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ആ റിവറിന്റെ ഫ്ലഡ് ലെവലിന് നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഏതാണ്? കനാൽ ബെഡ് ലെവലാണ്. സോ കനാൽ ബെഡ് ലെവൽ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 212 ആണ്. 212 എന്ന് പറയുമ്പോൾ ഈ റിവറിന്റെ മുകളിൽ എവിടെയായിട്ട് വരും? ഇവിടെയായിട്ട് വരും. ഓക്കെ, സോ 212. അപ്പോൾ ഇത് തമ്മിലൊരു ഡിഫറൻസ്, ഒരു ഗ്യാപ്പ് എന്തായാലും ഉണ്ടല്ലോ. ഓക്കെ, സോ ഹിയർ CBL, അതായത് കനാൽ ബെഡ് ലെവൽ ഈസ് ഗ്രേറ്റർ ദാൻ high flood level of drainage. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന വാട്ടർ ലെവൽ വെച്ചിട്ട് കനാൽ ബെഡ് ലെവല് ഡ്രെയിനേജിന്റെ ഹൈ ഫ്ലഡ് ലെവലിനെക്കാട്ടി ഉയരത്തിലാണെങ്കിൽ then what type of CD work will be at? That will be aqueduct. Okay, കനാൽ ബെഡ് ലെവല് ഹൈ ഫ്ലഡ് ലെവലിനെക്കാട്ടി ഉയരത്തിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഡിസൈൻ ഏതാണ്? അക്യുഡക്റ്റ് ഡിസൈൻ. അപ്പോൾ ഇറ്റ് ഈസ് റിവേഴ്സ്, ഹൈ ഫ്ലഡ് ലെവൽ ഏകദേശം ഇവിടെയാണ് വന്നിരിക്കുന്നതെങ്കിലോ, ഹൈ ഫ്ലഡ് ലെവൽ ഇവിടെയാണ് വന്നിരിക്കുന്നത്, നമ്മൾ ഏത് ചെയ്യണമായിരുന്നു? സൈഫൺ അക്യുഡക്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇപ്പൊ തന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം ഇത് തമ്മിൽ അലവൻസ് ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്. കനാൽ ബെഡ് ലെവല് ഹൈ ഫ്ലഡ് ലെവലിനെക്കാട്ടിയും ഉയരത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ഡിസൈൻ ഏതാണ്? അക്യുഡക്റ്റിന്റെ ഡിസൈനാണ്. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അക്യുഡക്റ്റ് ഡിസൈൻ ചെയ്യണം. അപ്പൊ river is flowing in this direction and the canal flows in this direction. അപ്പോൾ ഈ കനാല്
ഈ ഒരു റിവറിനെ ക്രോസ് ചെയ്ത് പോകുന്ന ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷൻ ആണ് നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, സോ ഹൗ ടു ഡിസൈൻ ഇറ്റ്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ടൈപ്സ് ഓഫ് അക്യൂഡക്റ്റ് സെലക്ട് ചെയ്യാൻ, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. പക്ഷെ ഇവിടെ എക്കണോമിക്കലായിട്ട് എടുക്കാൻ പറ്റുന്നത് ഏതാണ്? ടൈപ്പ് 3 അക്യൂഡക്റ്റ് ആണ്. ആൻഡ് ദ ഡ്രെയിനേജ് സിൻസ് ഇറ്റ് ഈസ് ലാർജ്, നമുക്ക് എടുക്കാൻ പോകുന്ന ഡ്രെയിനേജിന്റെ ഡിസ്ചാർജ് അറൌണ്ട് 300 ക്യൂമെക്സ് ഡിസ്ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ ഡ്രെയിനേജ് ഈസ് ഓഫ് ലാർജ് സൈസ്. സോ ഓട്ടോമാറ്റിക്കലി ടൈപ്പ് 3 ഈസ് പ്രിഫേർഡ്. അപ്പോൾ ടൈപ്പ് 3 അക്യൂഡക്റ്റ് ആണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഉള്ളത്. Okay, so now we will see the various stage of process how we have to design a aqueduct. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കനാല് വരുന്ന പോർഷൻ അറിയാം. ആ വരുന്ന പോർഷൻ 2 സൈഡിലായിട്ട് എർത്തൺ ബാങ്ക്സ് ആയിരിക്കും ആ കനാലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആ ബാങ്ക് ഡിസ്കണ്ടിന്യൂ ചെയ്ത് റിവറിന്റെ മുകളിലോട്ട് വരുന്ന പോർഷൻ നമ്മൾ എന്ത് ചെയ്യും? കോൺക്രീറ്റ് റഫ് ആയിട്ട് എടുക്കും. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് വൺ, നോക്കൂ ഇവിടെ ഈ ഒരു പോർഷനൊക്കെ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ എംപാക്ട്മെന്റ്സ് ഉണ്ട് അല്ലെ, എർത്തൺ എംപാക്ട്മെന്റ്സ്. പക്ഷെ ഈ ഒരു പോർഷൻ, റിവറിന്റെ മുകളിലുള്ള ഒരു പോർഷൻ എന്താണ്? കോൺക്രീറ്റ് റഫ് പോർഷൻ ആണ്. അത് ഇവിടെ നോക്കൂ, ഇവിടെയുള്ള വിഡ്ത്ത് നോക്കൂ, ഇറ്റ് ഹാസ് എ ലാർജർ വിഡ്ത്ത്. പക്ഷെ റിവറിന്റെ മുകളിലേക്ക് വരുമ്പോഴേക്ക് അത് ഫ്ലൂം ചെയ്ത് നാരോ വിഡ്ത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഇത്തരത്തിലാണ് നമ്മളൊരു അക്യൂഡക്റ്റ് ഡിസൈൻ ചെയ്യുക. ഈവൺ ഇഫ് ദ entire canal has a larger width of cross section, whenever it passes over across the river it will be flumed. അങ്ങനെ ഫ്ലൂം ചെയ്ത് എടുക്കുന്നത് എന്തിനാണ്? സോ ദാറ്റ് ഇറ്റ് വിൽ ബി മച്ച് എക്കണോമിക്കൽ. നമുക്ക് അത്രയും മുകളിലേക്ക് ഒന്നിനെ ക്രോസ് ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ്. കോൺക്രീറ്റ് ട്രഫ് ആണ് യൂസ് ചെയ്യുന്നത്. എക്കണോമിക്കൽ ആയിരിക്കും. പ്രഷർ കൺട്രോൾഡ് വേയിലേക്ക് നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. വാട്ടർ പ്രഷർ ആണ്. സോ ഫോർ ദീസ് റീസൺസ് ദ വാട്ടർ പാത്വേ വിൽ ബി ഫ്ലൂംഡ്. അപ്പോൾ നമ്മൾ എർത്തൺ എംപാക്ട്മെന്റ് ഒഴിവാക്കും. Then we will prefer concrete trough, and that concrete trough itself will be flumed concrete trough. നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ഇവിടുന്ന് കാണുമ്പോൾ ഇവിടെ തന്നെ ഏരിയ കുറച്ച് കൊണ്ടുവന്ന് ഇവിടെ എത്തുമ്പോഴേക്കും നാരോ ട്രഫ് പോർഷൻ ആയിട്ട് മാറിയിട്ടാണ് ഇതിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. സോ ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ പ്രോസസ്, എൻറ്റയർ പ്രോസസ്സിലേക്ക് പോവാം. അതായത് ഏറ്റവും ആദ്യം നമ്മൾ ഏത് 3D വർക്ക് ആണെന്ന് ഡിസൈൻ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിച്ചു. അത് നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ എക്സാം പേപ്പറിൽ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം. വാട്ട് ഈസ് ദ CBL ലെവൽ? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, CBL ലെവൽ എത്രയായിരുന്നു? 212 ആണ്. ഓക്കെ, ദെൻ ഹൈ ഫ്ലഡ് ലെവൽ 210 ആണ്. ഇതിങ്ങനെ ആയതുകൊണ്ട് തന്നെ വി വിൽ പ്രിഫർ എൻ അക്യൂഡക്റ്റ് ഓഫ് ടൈപ്പ് 3 എന്ന് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ആ അക്യൂഡക്റ്റ് പോർഷൻ കോൺക്രീറ്റ് റഫ് ആയിരിക്കും, ഇറ്റ് വിൽ ബി ഫ്ലൂംഡ് എന്ന് പറയാം. അതിനുശേഷം എന്ത് ചെയ്യുക? യു ഹാവ് ടു റൈറ്റ് ഡൗൺ ആസ് ഇഫ് ലൈക്ക് ദിസ് ഇറ്റ്സെൽഫ്. സ്റ്റെപ്പ് 1, ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ. അങ്ങനെ തന്നെ എഴുതി ഓരോ സ്റ്റെപ്പ് ഓരോ ഹെഡിങ് ആയിട്ട് തന്നെ എഴുതി പോയി വേണം ഇതെല്ലാം ഡിസൈൻ ചെയ്യാൻ. ഈച്ച് സ്റ്റെപ്പ് ക്യാരീസ് മാർക്ക്. അപ്പോൾ കംപ്ലീറ്റ് 5 സ്റ്റെപ്സ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1, ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വേ ചെയ്ത് നോക്കാം. അപ്പോൾ ഡ്രെയിനേജ് വേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഡിസൈൻ ചെയ്യേണ്ടത്? ഈ ഡ്രെയിനേജിന്റെ കംപ്ലീറ്റ് ഈ പെരിമീറ്റർ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഈ റിവറിന്റെ വിഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ആകെയുള്ള ഡാറ്റ എന്താണ്? എത്രയാണ് അവിടെ ഉള്ള ഡിസ്ചാർജ് എന്നാണ്. അപ്പോൾ ആ ഡിസ്ചാർജ് എന്ന് ഈ എൻ്റെ പാത്വേയുടെ പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിക്കണം. അതെന്തിനാ കണ്ടുപിടിക്കുന്നത്? കാരണം ഇത് എത്ര ലെങ്ത് ഉണ്ട് അല്ലെങ്കിൽ വിഡ്ത്ത് ഉണ്ട്, അത്ര ലെങ്ത്തിൽ വേണം നമുക്ക് ഈ കനാല് ലേ ഡൗൺ ചെയ്യാൻ വേണ്ടി. സോ ഫസ്റ്റ് വി വിൽ കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ഓഫ് ഡ്രെയിനേജ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് 1, ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർ വേ. അതിനുവേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഏതാണ്? ലേസീസ് regime perimeter equation ആണ്. എന്താണ് ആ പെരിമീറ്റർ ഇക്വേഷൻ? P is equal to 4.75 into root Q. 4.75 into root Q. ഈ ഇക്വേഷൻ ആണ് നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് Q എന്താണെന്ന് അറിയാം? ഹൈ ഫ്ലഡ് ഡിസ്ചാർജ് ഓഫ് ഡ്രെയിൻ ആണെന്ന് അറിയാം. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 4.75 ഇൻറ്റു ഹൈ ഫ്ലഡ് ഡിസ്ചാർജ് എത്രയായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്? നോക്കുക, എഴുതിയെടുക്കുക, എന്നിട്ട് ആ വാല്യൂ ഒന്ന് നോക്കുക. ഇത് കേൾക്കുന്ന കൂട്ടത്തിൽ ഓരോ സ്റ്റെപ്പ് കേൾക്കുന്ന കൂട്ടത്തിൽ ചെയ്ത് പോവുക. കാരണം ചെയ്ത് പോകുമ്പോഴേ ഈ ഡിസൈൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ 4.75 ഇൻറ്റു വാല്യൂയിലേക്ക് നോക്കുക. വാല്യൂ Q എത്രയാണ് തന്നിരിക്കുന്നത്? 300 ആണ്. ഓക്കെ, സോ ഇഫ് യു കാൽക്കുലേറ്റ് ഇറ്റ് യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 82.3
മീറ്റർ. അപ്പം റിവറിൻ്റെ പെരിമീറ്റർ എത്രയാണ് നമുക്ക് വേണ്ടത്? 82.3 meter. Now, with this detail, now let us assume some other additional details so that we can calculate the total length of waterway. അതായത് നമ്മളൊരു റിവർ ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? സോ ദ റിവർ ഈസ് ഫ്ലോയിങ് ലൈക്ക് ദിസ്. അതിന് അക്രോസ് ആണ് കനാല് കൊടുക്കുന്നത്. അപ്പോൾ ഈ കനാല് കൊടുക്കുമ്പോൾ ഈ കനാലിന് സപ്പോർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? താഴ്വശത്ത് ഓൺ ദ ഗ്രൗണ്ട് ഇൻ ദ റിവർ പയേഴ്സ് ബിൽട്ടപ്പ് ചെയ്യും. അപ്പോൾ പയേഴ്സ് ബിൽട്ടപ്പ് ചെയ്യുമ്പോൾ നാച്ചുറലി ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ലാതെ ഫ്ലോ ചെയ്ത റിവർ ആയിരുന്നു. അതിന് ഇത്രയും വാട്ടർ, 300 ക്യൂമാക്സ് വാട്ടർ സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള പാത്വേ അതിന് തന്നെ ഉണ്ട്. പക്ഷേ വൺസ് നമ്മൾ ഈ പയേഴ്സ് ബിൽട്ടപ്പ് ചെയ്യുമ്പോൾ what happens it will reduce its total length of travel. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതെന്തെങ്കിലും അഫക്റ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ ഈ പെരിമീറ്റർ, അതായത് 300 ക്യൂമക്സ് ഓഫ് വാട്ടർ ട്രാവൽ ചെയ്യാനുള്ള നമുക്ക് റിക്വയർഡ് പെരിമീറ്റർ എത്രയാണ്? 82.3 പെരിമീറ്റർ ആണ്. അത്തരത്തിൽ നമ്മളിവിടെ കൊടുക്കുന്ന ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 82.3 മീറ്ററിൻ്റെ വിത്തിൻ ദാറ്റ് ലെങ്ത്തിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അത്തരം കാര്യങ്ങളാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, പാത്വേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം വിത്തിൻ ഈ 82.3 മീറ്ററിലായിരിക്കണം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഈ 82.3 മീറ്ററിലേക്കൂടെ ആയിരിക്കും ഈ 300 ക്യൂമാക്സ് വാട്ടർ പോകുന്നത്. ആ 82.3 മീറ്ററിലായിരിക്കണം നമ്മുടെ കനാലിന് സപ്പോർട്ട് ചെയ്യേണ്ട പയേഴ്സും ലേ ഡൗൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എത്ര വേണം നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം? ഇൻ ജനറൽ ആയിട്ട് നമുക്ക് ഈ 82.3 മീറ്റർ അത്രയും ലെങ്ത് പാസ് ചെയ്ത് പോകണം, ഈ കനാല് സേഫായിട്ട് പാസ് ചെയ്ത് പോകണം. അപ്പോൾ അത്രയും മീറ്ററിൽ ആ കനാലിനെ താങ്ങാൻ വേണ്ടി സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു let us take the clear span between piers as 9 meter. Okay, അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ പയേഴ്സിൻ്റെയും distance between two piers, let it be 9 meter and the thickness of piers be 1.5 meter. ഓക്കെ, ഇത് തമ്മിലുള്ള ഗ്യാപ്പ് അതുവഴിയാണല്ലോ നമ്മുടെ വാട്ടർ പാസ് ചെയ്യുക, അതിനെ നമ്മൾ ബേ എന്ന് പറയും. സോ ലെറ്റ് ദർ ബി 8 bays of 9 meter each. Okay, 8 bays of 9 meter each. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ if this is the entire 82.3 meter, അതിൻ്റെ അകത്ത് ഓരോ പോർഷനിലും നമ്മൾ പയേഴ്സ് കൊടുക്കും. ഓക്കെ, അപ്പോൾ പയേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 9 മീറ്റർ ആണ്. ഓക്കെ, പയേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് 9 മീറ്റർ ആണ്. അല്ലെങ്കിൽ ആ ബേസിന്റെ വിഡ്ത്ത് എത്രയാണ്? ഈ ബേ പാത്ത് ഓഫ് വാട്ടർ അതിന്റെ വിഡ്ത്ത് എത്രയാണ്? 9 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 8 ബയേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 8 ബയേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, 8 പാത്വേ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പയേഴ്സ് വേണ്ടി വരും? വി ഷുഡ് ഹാവ് 7 pairs. Okay, for example, if you want a more clarity on this, suppose I have a river path over here. Okay, and this is the pair what I have used in the middle of the river. അപ്പോൾ എത്ര ബേസ് ഉണ്ട്? എനിക്ക് 2 ബേസ് ഉണ്ട്. ഇതൊരു പാത്വേ, ഇതൊരു സെക്കൻഡ് പാത്വേ. അപ്പോൾ 2 പാത്വേ ഉണ്ടെങ്കിൽ എത്ര പെയർ ആയിരിക്കും എനിക്ക് അവിടെ വേണ്ടത്? only 1 pair. അങ്ങനെയാണെങ്കിൽ 8 ബേസ്, 8 പാത്വേ ഉണ്ടെങ്കിൽ എത്ര പെയർസ് വേണ്ടി വരും? 7 pairs. അപ്പോൾ ആ 7 പെയർസിന്റെ തിക്നെസ് ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നതാണ് 1.5 meter each. ഓരോ പെയറിന്റെയും തിക്നെസ് എത്രയാണ്? 1.5 meter each ആണ്. അത് തമ്മിലുള്ള ഗ്യാപ്പ് 8 meter ആണ്. അത്തരത്തിലുള്ള എത്ര ഗ്യാപ്പ് ഉണ്ട്? 8 എണ്ണം ഉണ്ട്. സോ വാട്ട് വിൽ ബി ദ ലെങ്ത് ഓക്യുപ്പൈഡ് ബൈ ദ പയേഴ്സ്? 7 പെയർ ഉണ്ട്, 1.5 meter തിക്നെസ് ആണ്. സോ 7 into 1.5 meter. So this will be equal to 10.5 meter. Okay, so what will be the total length of pathway? Total length of pathway എന്ന് പറയുന്നത് we have 8 into 9 അത്രയും ബേസിന്റെ ലെങ്ത് ഉണ്ട്. So that will be equal to 72 plus 10.5. So this will be equal to 82.5. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം പോവാൻ നാച്ചുറലി ആ റിവറിലുള്ള പെരിമീറ്റർ ആണ് 82.3 മീറ്റർ. ആ 82.3 മീറ്റർ ക്രോസ് ചെയ്യാൻ ഒരു കനാൽ നമ്മൾ ഓവർലേ ചെയ്യുന്നുണ്ട്. ആ കനാലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 7 പയേഴ്സ് ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആ 7 പയേഴ്സിന്റെ
വെച്ചിട്ട് നമ്മൾ ടോട്ടൽ ലെങ്ത് ഓഫ് വാട്ടർ വേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് സെയിം വാല്യൂ 82.5 വാല്യൂ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ അസംഷൻ 7 പേഴ്സ് മതി 8 പേഴ്സ് മതി എന്നുള്ള അസംഷൻസ് ഓക്കെ. ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം വാല്യൂ അല്ലെങ്കിൽ ദെൻ വി ഹാവ് ടു അഗെയിൻ റീ അസ്യൂം ദീസ് നമ്പേഴ്സ്. അത്തരത്തിൽ നമുക്ക് ആ പാത്ത് വേ കംപ്ലീറ്റ് നമ്മുടെ കനാൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്പർ ഓഫ് പേഴ്സും പാത്ത് വേസും സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ ടുഗദർ അബൌട്ട് ഡ്രെയിനേജ് ഡിസൈൻ. സോ റിവറിലെ ഡിസ്ചാർജ് 300 ആണ്, അത് വെച്ചുള്ള പെരിമീറ്റർ 82.3 മീറ്റർ ആണ്. അതിന് അക്രോസ് 82.3 മീറ്റർ ക്രോസ് ചെയ്യാനുള്ള കനാലിന് വേണ്ടിയിട്ട് 8 bays of 9 meter each and 7 pairs കൊടുക്കണം. So if we calculate the corresponding length of waterway, that will be almost equal. So this is all about design of drainage waterway. ഇനി second step നോക്കാം. second step എന്താണ്? നമ്മൾ drainage waterwayന്റെ length നോക്കി. ഇനി എന്താണ്? canal waterway നോക്കണം. Design of canal waterway. So write down the second step design of canal waterway. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഇതാണ് ഒറിജിനൽ ട്രാവലിംഗ് കനാലിന്റെ വിഡ്ത്ത്. പക്ഷെ വൺസ് ഈ റിവർ പോർഷൻ, ഇതൊരു റിവർ പോർഷൻ ആണ്. ഈ റിവർ പോർഷനെ ക്രോസ് ചെയ്യണമെങ്കിൽ ഇതേ സെയിം വിഡ്ത്ത് അല്ല റിവറിന് അക്രോസ് വരുന്നത്. നമുക്കറിയാം ഈ ഒറിജിനൽ വിഡ്ത്ത് എന്ന് ദേ ഇങ്ങനെ ഫ്ലൂം ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലാണ് നമ്മൾ റിവറിനെ ക്രോസ് ചെയ്യുന്ന ട്രഫ്, കോൺക്രീറ്റ് ട്രഫ് ഉണ്ടാവുക. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ബെഡ് വിഡ്ത്ത് ഓഫ് ദ കനാൽ ദറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്റർ ആണ്. അതായത് ഈ കനാൽ വിഡ്ത്ത് 20 മീറ്റർ ആണ്. ഇതിനി ഫ്ലൂം ചെയ്യണം. എത്രത്തോളം നമ്മൾ ഫ്ലൂം ചെയ്യും? നമ്മൾ അതിൻ്റെ ഏകദേശം പകുതിയോളം ഈ കേസിൽ ഫ്ലൂം ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് ദ വിഡ്ത്ത് ഓഫ് ദി ഫ്ലൂം ബി 10 മീറ്റർ. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന പിക്ചറിൽ ഇത് 2 ചേംബേഴ്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ചേംബർ ആണ്. ഇത് ഇതാ ഈ ഒരു ബാർ സ്ക്രീൻസ് വെച്ചിരിക്കുന്നത് ഒരു ചേംബർ ആണ്. ഇത് ബാർ സ്ക്രീൻസ് വെച്ചിരിക്കുന്നത് വേറൊരു ചേംബർ ആണ്. 2 സൈഡിലും റോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് പാത്ത് വേ ഫോർ വാക്കിംഗ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അത്തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ അത്തരത്തിലുള്ള വലിയ ഡിസൈനിലേക്കൊന്നും പോകുന്നില്ല. ഏറ്റവും സിമ്പിൾ ഡിസൈനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ബെഡ് വിഡ്ത്ത് 20 മീറ്റർ ആണെങ്കിൽ അതിന്റെ നേർ പകുതിയിലേക്ക് കനാൽ ട്രഫ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്ലൂം ചെയ്യുന്നു. സോ ദ കനാൽ ട്രഫ് വിഡ്ത്ത് ഈസ് അബൌട്ട് 20 മീറ്റർ. ഇനി ഇവിടെ നിന്ന് നോക്കിക്കോളൂ, നിങ്ങൾ ഇത് വാട്ടർ എൻട്രി പോർഷൻ ആണ് അല്ലേ? ദ കനാൽ ഈസ് ഇൻ കോൺട്രാക്ഷൻ. ഇവിടെ കനാല് കോൺട്രാക്ട് ചെയ്ത് പോവാണ്. സോ ദാറ്റ് കോൺട്രാക്ടിങ് ലെറ്റ് ഇറ്റ് ബി 2:1. ഓക്കെ, അപ്പം നമ്മൾ 2:1 ഇത് കോൺട്രാക്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ 20യിൽ നിന്ന് 10 മീറ്ററിലേക്ക് വിഡ്ത്ത് കൊണ്ടുവരുന്നത്. 10 മീറ്ററിലേക്ക് വിഡ്ത്ത് കൊണ്ടുവരുന്നത്. ഒറ്റയടിക്ക് അങ്ങ് കുറക്കുകയല്ലെന്ന് ഗ്രാജുവൽ ആയിട്ട് കുറയ്ക്കുകയെന്ന്. 20 മീറ്ററിന്ന് കുറച്ചിട്ട് എത്രത്തിലേക്ക് പോകും? 10 മീറ്ററിലേക്ക്. അപ്പോൾ ഒരു നിമിഷം കൊണ്ടല്ലല്ലോ, ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴാണ് ആ വിഡ്ത്ത് കുറഞ്ഞു വരുന്നത്. സോ വാട്ട് ഈസ് ദാറ്റ് ഡിസ്റ്റൻസ്? ഔട്ട് ഓഫ് 82.5 അല്ലെങ്കിൽ ബിയോണ്ട് ദാറ്റ് ഈ 82.5 ഇവിടുന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് കേട്ടോ 82.5. ഈ 82.5ലേക്ക് കയറുന്നതിന് മുന്നേ എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ മുന്നേ ആണ് ഈ സ്പ്ലേ ഓഫ് കോൺട്രാക്ഷൻ ആരംഭിക്കേണ്ടത്? ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് within which distance the total width of the canal has to be changed from 20 meter to 10 meter. 20 മീറ്ററിന് 10 മീറ്ററിലേക്ക് വരേണ്ട ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിനുള്ളിലാണ് ഇത് ഗ്രാജുവൽ ആയിട്ട് 20യിൽ നിന്ന് 10 മീറ്ററിലേക്ക് വരേണ്ടതെന്നാണ് നോക്കേണ്ടത്. സോ ഫോർ ദ ലെങ്ത് ഓഫ് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ, therefore the length of contraction transition will be equal to 20യിൽ നിന്ന് 10ലേക്കാണ് പോകുന്നത്. 20 minus 10 divided by 2 into 2. So this will be equal to 10 meter. See here, ഇതാണ് ടോട്ടൽ കനാൽ എൻട്രി പോർഷനിലെ വിഡ്ത്ത്. ഈ വിഡ്ത്ത് ആണ് 20 മീറ്റർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ 82.5 മീറ്ററിലേക്ക് കിടക്കുന്ന ആ മെയിൻ കനാലിലേക്ക് കിടക്കുന്നതിന് മുന്നേ 10 മീറ്റർ ആവണം. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു നമ്മളപ്പം ഇതിൻ്റെ ഈ ഫുൾ വിഡ്ത്ത് എടുക്കുന്നതിന് പകരം 20 minus 10 നമ്മൾ അതിൻ്റെ ഡിഫറൻസ് മാത്രം എടുക്കുന്നു, ഒരു സൈഡിലേക്ക് മാത്രം എടുക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ 20 minus 10 divided by 2 എന്ന് എടുക്കുന്നത്. ഓക്കെ, ഇൻറ്റു നമ്മൾ സ്പ്ലേ എത്രയാണ് പറഞ്ഞത്? 2:1 ആണ്. സോ ഇൻറ്റു
2. അത് വെച്ചിട്ടാണ് നമ്മൾ 10 മീറ്റർ പറയുന്നത്. അതേപോലെ നമുക്ക് തിരിച്ച് ഈ കനാല് ഒഴുകി ട്രഫിലേക്കൂടെ വന്ന് തിരിച്ച് വീണ്ടും മറു സൈഡിലെ കനാലിലേക്ക് വരണം. മറു സൈഡിലെ കനാലിനും വിഡ്ത്ത് എത്രയാണ്? 20 മീറ്റർ തന്നെയാണല്ലേ? അപ്പൊ 20 മീറ്ററിലേക്ക് വീണ്ടും തിരിച്ചു പോകണം. അപ്പൊ കനാലിന് എക്സ്പാൻഡ് ചെയ്യണം. ഈ 82.5 മീറ്റർ ലെങ്ത് ഓഫ് കനാൽ കഴിഞ്ഞിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ എക്സ്പാൻഷന് വേണ്ടിയിട്ട് എത്ര ലെങ്ത് കൊടുക്കേണ്ടി വരും? സോ എക്സ്പാൻഷൻ സമയത്ത് നമ്മൾ സ്പ്ലേ കൊടുക്കുന്നത് 3:1 ആണ്. Okay, 3:1 കൊടുക്കുന്നത് കൊണ്ട് തന്നെ the distance will be equal to 20 minus 10 divided by 2 into 3. So this will be equal to 15 meter. അപ്പോൾ 15 മീറ്ററിനുള്ളിൽ എന്ത് മതി? ഈ 10 മീറ്ററിന് മെല്ലെ എന്ത് ചെയ്താൽ മതി? 20 മീറ്റർ വിഡ്ത്തുള്ള കനാലാക്കിയാൽ മതി. സോ സീ ഇൻ ദിസ് പിക്ചർ നമ്മൾ നേരത്തെ കണ്ട പോർഷൻ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്ന പോർഷൻ ആയിരുന്നു. ഫുൾ പിക്ചർ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് തിരിച്ചിതേ ഔട്ട്ലെറ്റിലേക്ക് പോകുമ്പോഴേക്ക് അതർ സൈഡിലേക്ക് പോകുമ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു? ഇതുവഴി ഇവിടെ ഈ പോർഷനിലേക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് വരുന്നു. അപ്പൊ ഈ എക്സ്പാൻഷൻ ലെങ്ത് എത്രയാണ്? 15 മീറ്റർ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, സോ സ്റ്റെപ്പ് 2ൽ നമ്മൾ providing a splay of 2:1 in contraction, length of contraction transition is 10 meter. Providing a splay of 3:1 in expansion, the length of expansion transition is 15 meter. So, നമ്മൾ ഒരു കനാല് പാസ് ചെയ്ത് വരുമ്പോൾ 20 മീറ്ററിൽ പാസ് ചെയ്ത് വരുന്ന കനാല് എന്ത് ചെയ്തു? ആദ്യം അതിനെ കോൺട്രാക്ട് ചെയ്ത് കൊണ്ടുവന്ന് 10 മീറ്ററുള്ള കനാലാക്കി. സോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 10 മീറ്റർ. ഓക്കെ, അതിനുശേഷം ഈ കനാൽ വിഡ്ത്തും 10 മീറ്റർ ആണ്. അത് എന്ത് ചെയ്തു? നമ്മൾ 82.5 മീറ്റർ റിവറിനെ ക്രോസ് ചെയ്ത് കൊണ്ടുവന്നു. 82.5 മീറ്ററിനെ ക്രോസ് ചെയ്ത് കൊണ്ടുവന്നു. ക്രോസിങ്ങിന് ശേഷം വീണ്ടും പഴയ വിഡ്ത്താക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ എക്സ്പാൻഷൻ കൊടുത്തു. എക്സ്പാൻഷൻ എത്രയാണ്? 15 മീറ്റർ. ഓക്കെ, എക്സ്പാൻഡ് ചെയ്ത് പഴയ പോലെ 20 മീറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ കനാലിനെ ഫെർദർ റൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലൂം ചെയ്തിരിക്കുന്ന ഈ ഒരു കനാൽ പോർഷൻ, ഈ കനാൽ പോർഷന്റെ ലെങ്ത് എത്രയാണ്? ഫ്ലൂം ചെയ്തിരിക്കുന്ന കനാൽ പോർഷന്റെ ലെങ്ത് എത്രയാണ്? 82.5 മീറ്റർ ആണ്. ഈ 82.5 മീറ്റർ ആണ് നമ്മുടെ റിവറിന്റെ ലെങ്ത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബൈ കീപ്പിംഗ് ദ പെയേഴ്സ് ആൻഡ് ബേസ് ഡിസ്റ്റൻസ് ഒക്കെ വെച്ച് നമ്മൾ എടുത്തിരിക്കുന്ന ലെങ്ത്. അത് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ക്രോസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കനാൽ ട്രഫ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഡ്യൂറിംഗ് ദ ട്രാൻസിഷൻ സൈഡ് സ്ലോപ്പ് ഓഫ് ദ കനാൽ വിൽ ബി വാർപ്ഡ് ഇൻ പ്ലാൻ ഫ്രം ദ ഒറിജിനൽ സ്ലോപ്പ് ടു 1.5:1 to vertical. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ഇൻ ദിസ് പിക്ചർ നമ്മുടെ ഒരു കനാല് വരുന്ന പോർഷൻ ആണിത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കനാല് വന്ന് പോകുന്ന ആ ട്രാൻസിഷൻ സ്റ്റേജിൽ ഇതെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡ് സ്ലോപ്പ് ഓഫ് ദ കനാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ചെരിഞ്ഞ് പിന്നീട്, അതായത് നമ്മളൊരു ട്രപ്പീസോഡൽ കനാൽ സെക്ഷൻ ഉള്ളതാണ്. അത് ചെരിഞ്ഞ് അതിന്റെ സൈഡ് ഒരു കനാൽ ട്രഫിന്റെ പോർഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത് നേരെ വന്ന് വേർട്ടിക്കലായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻ ഇത് ട്രപ്പീസോഡൽ കനാലായിരുന്നു. പെട്ടെന്ന് അത് എന്ത് ചെയ്യുന്നു? അതിന്റെ സൈഡ് സ്ലോപ്പ് മാറി വന്ന് മെല്ലെ അത് എന്ത് ചെയ്യുന്നു? അത് വാർപ്പ് ചെയ്തെടുക്കുന്നു. അതായത് അതിനെ ചെരിവ് നേർത്ത് വെർട്ടിക്കൽ ആക്കിയിട്ട് എടുക്കുന്ന രീതിയിലേക്ക് അത് കൊണ്ടുപോകുന്നു. സോ ദിസ് ഈസ് ദ സ്റ്റൈൽ ഓഫ് ട്രാൻസിഷൻ ബിറ്റ്വീൻ കനാൽ ബാങ്ക്സ് ആൻഡ് flume. So during transition, the side slope of the canal section will be side slope and they will be warped in plan from original slope to vertical. Original slope idana, idil ninnu nere endu cheyunu vertical aayittu keep cheyunu. Okay, അപ്പോൾ സ്റ്റെപ്പ് 2ഉം കഴിഞ്ഞു. സ്റ്റെപ്പ് 2ൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ബെഡ് വിഡ്ത്ത് എത്രയാണെന്ന് പറഞ്ഞു, ഫ്ലൂം വിഡ്ത്ത് എത്രയാണെന്ന് പറഞ്ഞു, സ്പ്ലേ ഡിസ്റ്റൻസ്, കോൺട്രാക്ഷൻ ഡിസ്റ്റൻസ് ആൻഡ് എക്സ്പാൻഷൻ ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ട്രാൻസിഷനിൽ സൈഡ് സ്ലോപ്പ് 1.5:1 നിന്ന് എന്തുകൊണ്ട് വെർട്ടിക്കൽ ആയി മാറുന്നു എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, നൗ വി വിൽ മൂവ് ടു സ്റ്റെപ്പ് 3. അപ്പോൾ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് ലോസ്, ഓരോ പോർഷനിലുള്ള ഹെഡ് ലോസും ബെഡ് ലെവൽസും കണ്ടുപിടിക്കുകയാണ് സ്റ്റെപ്പ് 3ൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 3ൽ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് സപ്പോസ് ഇൻ ദിസ് ഫിഗർ ഇറ്റ് സെൽഫ് നമ്മളിവിടെ കാണുകയാണെങ്കിൽ നമുക്ക് ഇതാണ് കനാൽ പോർഷൻ, എൻട്രി പോർഷൻ ആണ്, അപ്സ്ട്രീം പോർഷൻ ആണ്, വാട്ടർ മൂവ്സ് ഫ്രം ദിസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഈ സ്റ്റാർട്ടിംഗ് പോർഷനിൽ 20 മീറ്റർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു ഒരു 10 മീറ്ററിൽ അത് എന്ത് ചെയ്യും? ഗ്രാജുവലി ഇറ്റ് വിൽ റെഡ്യൂസ് ഇറ്റ്സ് തിക്നെസ് ടു 10 മീറ്റർ.
ഓക്കെ, അപ്പോൾ ആ 10 മീറ്റർ റെഡ്യൂസ് ചെയ്തതിന് ശേഷം 10 മീറ്റർ ആയ ഈ ഒരു പോർഷൻ മുതൽ നമ്മളിവിടെ ഫുൾ ലെങ്ത് കാണിക്കുന്നില്ല, ഈ ഒരു പോർഷൻ വരെയാണ് എന്ത് റിവറിന്റെ മുകളിലുള്ള കനാൽ പോർഷൻ. അപ്പോൾ 82.5 മീറ്റർ കണ്ടിന്യൂസ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോർഷനാണ് എന്ത് നമ്മുടെ കനാൽ റിവറിന്റെ മുകളിലായിട്ട് വരുന്ന പോർഷൻ. ഓക്കെ, അത്രയും പോർഷനിലാണ് കനാലിന്റെ വിഡ്ത്ത് എത്ര വരുന്നത്? 10 മീറ്റർ. ഒറിജിനൽ കനാൽ വിഡ്ത്ത് എത്രയാണ്? 20 മീറ്റർ. റിവറിന്റെ മുകളിലെ കനാൽ പോർഷന്റെ വിഡ്ത്ത് എത്രയാണ്? 10 മീറ്റർ. ഈ 10 മീറ്റർ ആവാൻ വേണ്ടിയിട്ട് കനാൽ ആദ്യം കോൺട്രാക്ട് ചെയ്യുന്നു. എത്ര മീറ്റർ എടുത്തിട്ട്? 10 മീറ്റർ ഡിസ്റ്റൻസ് എടുത്തിട്ട് മെല്ലെ അത് കോൺട്രാക്ട് ചെയ്ത് 10 മീറ്ററിലേക്ക് എത്തുന്നു. വീണ്ടും വൺസ് അത് റിവർ ക്രോസ് ചെയ്ത് ഈ 82.5 മീറ്റർ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് വീണ്ടും കനാലിലേക്ക് ഡൗൺ സ്ട്രീം സൈഡിലേക്കുള്ള കനാലിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു 15 മീറ്റർ എക്സ്പാൻഷൻ കൊടുക്കുന്നു. സോ എക്സ്പാൻഷൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു 15 മീറ്റർ എക്സ്പാൻഷൻ കൊടുത്തിട്ടാണ് ഇത് ഡൗൺ സ്ട്രീം സൈഡിലോട്ട് വരുന്നത്. അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഈ പോർഷൻസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എവിടെ നിന്നാണോ ആ 20 മീറ്റർ കുറയാൻ പോകുന്നത് അതിനെ ഞാൻ സെക്ഷൻ 11 എടുത്തു. ഓക്കെ, സെക്ഷൻ 11 അത് കുറഞ്ഞ് എത്രയാവുന്നു? 10 മീറ്റർ ആവുന്നു. ഓക്കെ, ആ 10 മീറ്റർ ആരംഭിക്കുന്ന അതായത് വിഡ്ത്ത് ഓഫ് ദ കനാൽ ഫ്ലൂം, കനാൽ ട്രഫ്, അത് ആരംഭിക്കുന്ന പോർഷൻ സെക്ഷൻ 22 എന്ന് എടുത്തു. ഓക്കെ, സോ 82.5 മീറ്ററും ഈ കനാൽ ട്രഫിന്റെ വിഡ്ത്ത് എത്ര തന്നെയായിരിക്കും? 10 മീറ്റർ ആയിരിക്കും അല്ലെ. ആ 10 മീറ്റർ വിഡ്ത്ത് എൻഡ് ചെയ്യുന്ന പോയിന്റിലേക്ക് സെക്ഷൻ 3 എന്ന് എടുത്തു. അപ്പൊ 82.5 മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ കനാൽ വിഡ്ത്ത് എന്ത് ചെയ്യും? മെല്ലെ ഇൻക്രീസ് ആയി വരും. ആ തുടക്കം പോർഷനാണ്, ഇൻക്രീസ് ആവുന്ന തുടക്കം പോർഷനെയാണ് ഞാൻ സെക്ഷൻ 3 എന്നാണ്. എന്നിട്ട് പഴയ വിഡ്ത്തിലേക്ക് എത്തുന്ന പോർഷനെ ഞാൻ എന്തായിട്ട് എടുത്തു? സെക്ഷൻ 4 ആയിട്ട് എടുത്തു. അപ്പൊ സെക്ഷൻ 1, 2, 3, 4 4 സെക്ഷൻ നമ്മുടെ എൻറ്റയർ കനാൽ ട്രഫിൽ നമ്മൾ എടുത്തു. സീ ഹിയർ, നമുക്ക് ഇങ്ങനാണ് വാട്ടർ വരുന്നതെങ്കിൽ ഇവിടെ എവിടെയോ ഒരു പോർഷൻ 1 ആയിട്ടുണ്ട് 20 മീറ്ററിലുള്ളത്. അതിനുശേഷം 10 മീറ്റർ ആവുന്ന പോർഷൻ ഇവിടെ 2 ആയിട്ട് എടുത്തു. ഇത് ഫുള്ളായിട്ട് 10 മീറ്റർ തിക്നെസ് തന്നെയാണ്, വിഡ്ത്ത് തന്നെയാണ്. അപ്പൊ ഈ ഒരു പോർഷൻ ഇവിടെ വെച്ചിട്ടാണ് ആ 10 മീറ്റർ വിഡ്ത്ത് കഴിയുന്നത്. അപ്പൊ ഇത് പോർഷൻ 3 ആയിട്ട് എടുത്തു. എന്നിട്ട് അത് ഫൈനൽ എവിടെയാണോ ഫൈനൽ വിഡ്ത്ത് ഓഫ് ദ കനാൽ ആയിട്ട് വരുന്നത് അത് സെക്ഷൻ 4 ആയിട്ട് എടുത്തു. അപ്പൊ ഇത്തരത്തിൽ 4 മെയിൻ പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഈ 4 മെയിൻ പോയിന്റ്സിന്റെയും ബെഡ് ലെവലും ഹെഡ് ലോസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബെഡ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കനാലിന്റെ ബെഡ് ലെവൽ ആണ് അല്ലെ. സോ സീ ഹിയർ, ഇപ്പൊ ഇവിടെ ഈ റിവർ പോർഷൻ, ഇവിടെ റിവറിന്റെ ഫ്ലഡ് ലെവൽ ഒന്നും ഇല്ല, വാട്ടർ ലെവൽ ഉണ്ട്. ഈ കാണുന്ന പോർഷനാണ് വാട്ടർ ലെവൽ. പക്ഷെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കനാലിന്റെ ബെഡ് ലെവൽ എത്രയാണ്? ഇത് കംപ്ലീറ്റ് വാട്ടർ ആണെങ്കിൽ കനാലിന്റെ ബെഡ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. അപ്പൊ കനാലിന്റെ ബെഡ് ലെവൽ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, സപ്പോസ് നമുക്ക് ഇവിടെ ഇത്രയും പോർഷൻ വാട്ടർ ഉണ്ട് അല്ലെ, ഈ പോർഷനാണ് വാട്ടർ ലെവൽ പോർഷൻ. അപ്പൊ കനാൽ ബെഡ് ലെവൽ ഇതാണ്. ഓക്കെ, അതിന്റെ മുകളിലേക്ക് വരുന്ന ഈ ഒരു പോർഷൻ കനാൽ വാട്ടർ ലെവൽ ആണ്. ഓക്കെ, ഇനി വേറൊന്നും കൂടി ഉണ്ട്, എനർജി ലൈൻ. അതെന്തായിരിക്കും? v²/2g കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി ലൈൻ കിട്ടും. അത് ഇതിന്റെയും മുകളിലോട്ട് കയറി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി 4 സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വി വിൽ സീ ഇറ്റ്. സപ്പോസ് നമ്മൾ ഏറ്റവും ആദ്യം ഇവിടെ സെക്ഷൻ 11 ആണ് എടുക്കുന്നത് വിചാരിക്കുക. നമ്മളിവിടെ സെക്ഷൻ 11 അല്ല എടുക്കുക, നമ്മൾ സെക്ഷൻ 4 നിന്ന് ബാക്കിലോട്ടാണ് 11ലേക്ക് എത്തുക. പക്ഷെ നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെക്ഷൻ 11 എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് സെക്ഷൻ 11 ഏറ്റവും ആദ്യം നമ്മൾ ബെഡ് ലെവൽ നോക്കുവാണ്. സപ്പോസ് നമുക്ക് അവിടുത്തെ ബെഡ് ലെവൽ അറിയുമെങ്കിൽ, നമുക്കിവിടെ ഇപ്പം ബെഡ് ലെവൽ അറിയുന്നില്ല, അത് പിന്നീട് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണെന്ന്. അപ്പൊ ഇവിടെ ബെഡ് ലെവൽ ഇതാണെങ്കിൽ ഈ ബെഡ് ലെവൽ, ദിസ് ഈസ് ദി കനാൽ ബെഡ് ലെവൽ. ഓക്കെ, ഈ ബെഡ് ലെവലിൽ നിന്ന് നമ്മൾ വാട്ടർ ലെവലും കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കനാലിന്റെ വാട്ടർ ലെവൽ കിട്ടും. ഓക്കെ, ആ ഇത്രയും ഡിസ്റ്റൻസ് കൂടി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കനാലിന്റെ വാട്ടർ ലെവൽ കിട്ടും. അതിന്റെ കൂടെ നമ്മൾ v²/2g കൈനറ്റിക് ഹെഡും കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എനർജി ലൈൻ കിട്ടും. അപ്പൊ ഞാനിവിടെ 3 ലൈൻസ് വരച്ചിട്ടുണ്ട്. ഒന്ന് കനാൽ ബെഡ് ലൈൻ, ഒന്ന് കനാൽ വാട്ടർ ലെവൽ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടോട്ടൽ എനർജി ലൈൻ. അപ്പൊ ഒന്നാമത്തെ സെക്ഷനിൽ സപ്പോസ് ലെറ്റ് ദിസ് പോയിന്റ് ബി ദി ടോട്ടൽ എനർജി ലൈൻ.
ഓക്കെ, അതിനുശേഷം ഇത് നമ്മൾ അടുത്ത പോയിന്റ് സെക്ഷൻ 2ലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ടോട്ടൽ എനർജി ലൈൻ, ഈ ടോട്ടൽ എനർജി വെദർ ഇറ്റ് വിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഈ എനർജി ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ. നമുക്ക് ഇവിടെ ഫിഗറിൽ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം 213.7 നിന്ന് 213.6ലേക്ക് വരികയാണ്. ഇവിടെ ലോസ് ആണ് സംഭവിക്കുന്നത്. എന്ത് തരത്തിലുള്ള ലോസ് ഓഫ് എനർജിയാണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ഈ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ലൈൻ ആയിട്ട് പോവാത്തത്? ബിക്കോസ് there is some loss of head. എത്രയാണ് ആ ലോസ് ഓഫ് ഹെഡ്? ഇത്രയും പോർഷൻ ചെറിയൊരു എമൗണ്ട് ഓഫ് ലോസ് ഓഫ് ഹെഡ് ഉണ്ട്. എന്തുകൊണ്ടാണ് ആ ലോസ് ഓഫ് ഹെഡ് അവിടെ സംഭവിക്കുന്നത്? ദാറ്റ് ലോസ് ഈസ് ഡ്യൂ ടു ദിസ് കോൺട്രാക്ഷൻ. ഈ ഒരു കോൺട്രാക്ഷൻ കാരണം there is an energy loss. അതുകൊണ്ട് ടോട്ടൽ എനർജി അറ്റ് സെക്ഷൻ 1 നിന്ന് എന്താവുന്നു? കോൺട്രാക്ഷൻ ലോസ് കാരണം കുറച്ച് കുറഞ്ഞിട്ടാണ് സെക്ഷൻ 2ൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ സെക്ഷൻ 2ൽ അതുകൊണ്ടാണ് 213.7 നിന്ന് 213.6ലേക്ക് അത് കുറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് ഈ വാല്യൂ കിട്ടുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇനി സെക്ഷൻ 2ലുള്ള ടോട്ടൽ എനർജി ലൈൻ ഇതാണ്. ഓക്കെ, ഈ ടോട്ടൽ എനർജി ലൈൻ നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് തിരിച്ച് നിങ്ങൾക്ക് ഈ കനാൽ വാട്ടർ ലെവൽ അറിയണമെങ്കിൽ അറിഞ്ഞൂടെ? എങ്ങനെ അറിയാം? നമുക്കറിയാം ടോട്ടൽ എനർജി ലൈനും കനാൽ വാട്ടർ ലെവലും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഡിഫറൻസ് എന്താണ്? വെലോസിറ്റി ഹെഡ് ആണ്. അപ്പൊ v²/2g അറിയുമെങ്കിൽ, സപ്പോസ് ഈ ടോട്ടൽ എനർജി ലൈനും ആ പോയിന്റും v²/2g അറിയെങ്കിൽ നമുക്ക് എന്ത് അറിയാൻ പറ്റും? കനാൽ വാട്ടർ ലെവൽ അറിയാൻ പറ്റും. ഇനി കനാൽ വാട്ടർ ലെവൽ അറിഞ്ഞു കഴിഞ്ഞിട്ട് കനാലിന്റെ ഡെപ്ത് ഓഫ് വാട്ടർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് അറിയാൻ പറ്റും? കനാൽ ബെഡ് ലെവൽ അറിയാൻ പറ്റും. ഞാൻ തിരിച്ചു പറയുവാണ്, ഇവിടെ കനാൽ ബെഡ് ലെവൽ അറിയാം, വാട്ടർ ഡെപ്ത് അറിയാമെങ്കിൽ കനാൽ വാട്ടർ ലെവൽ അറിയും, അവിടുന്ന് വെലോസിറ്റി ഹെഡ് അറിയെങ്കിൽ ടോട്ടൽ എനർജി ലൈൻ അറിയും. ഇനി ഇവിടെ ഒരു കോൺട്രാക്ഷൻ ലോസ് ഉണ്ട് പറഞ്ഞു, ആ ലോസ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ആ ലോസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ടോട്ടൽ എനർജി ലൈൻ അറിയാൻ പറ്റും. അതിൽ നിന്ന് ഇതിന്റെ വെലോസിറ്റി ഹെഡ് മൈനസ് ചെയ്ത ഈ ലെവലും അതിന്റെ വാട്ടർ ഡെപ്ത് മൈനസ് ചെയ്ത ഈ ലെവലും മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എങ്ങനെയാണ് ഞാൻ റിവേഴ്സ് ഡയറക്ഷനിൽ കാൽക്കുലേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഫോർവേഡ് ഡയറക്ഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി ഈ സെക്ഷൻ 2ൽ നിന്ന് ടോട്ടൽ എനർജി ലൈൻ നമുക്കറിയാം, ഇത് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവുകയാണ്. ഇവിടെ ഒരു കോൺട്രാക്ഷൻ ഒന്നും ഇല്ല. സോ വിൽ ഇറ്റ് ബി ദ സെയിം എനർജി അറ്റ് സെക്ഷൻ 3? ഉണ്ടാവോ? ഇല്ല. സ്റ്റിൽ സി ഹിയർ, ഇവിടെ 213.68 ആയിരുന്നു, പക്ഷേ സെക്ഷൻ 3ൽ എത്തുമ്പോഴേക്കും 213.60ലേക്ക്. അഗെയിൻ സം ലോസ് ഈസ് ഓവർ ദേ. ആ ലോസ് ആണ് നമ്മുടെ ഡാസിസ് ഫ്രിക്ഷണൽ ലോസ്. കാരണം ഈ ഒരു ട്രാവൽ ലോസ്, ഫ്രിക്ഷണൽ ലോസ്, ഡ്യൂ ടു ഫ്രിക്ഷൻ സം ലോസ് വിൽ ബി ദേ. അപ്പം ടോട്ടൽ എനർജി ലൈൻ 2ൽ നിന്ന് 3ലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും നമുക്ക് അവിടെ ഒരു ഫ്രിക്ഷണൽ ലോസ് ഉണ്ട്. ഓക്കെ, ഇനി വീണ്ടും 213.6ൽ നിന്ന് സെക്ഷൻ 4ലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇതൊന്നും പറയുന്നില്ല, സെയിം ഇതേപോലെ തന്നെ ഇവിടെയും കാര്യങ്ങൾ. ഓക്കെ, സെക്ഷൻ 4ലേക്ക് എത്തുമ്പോൾ അഗെയിൻ യു ക്യാൻ സി നിങ്ങൾക്ക് അവിടെ വീണ്ടും എനർജി ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഈ എനർജി ലോസ് എന്തുകൊണ്ടായിരിക്കും? എനർജി ഡ്യൂ ടു ഹെഡ് ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ എക്സ്പാൻഷൻ ലോസ് കാരണമാണ് 213.6ൽ നിന്ന് എന്താവുന്നത്? 213.546ലേക്ക് പോകുന്നത്. ഇനി ഇത് ഇത്രയും എങ്ങനെയാണ് ഈ ടോട്ടൽ എനർജി കോൺസെപ്റ്റ് 213.7ൽ നിന്ന് 213.5ലേക്ക് കുറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആക്ച്വൽ എങ്ങനെയാണ് ഹെഡ് ലോസ് ആൻഡ് ബെഡ് ലെവൽ അറ്റ് ഡിഫറെന്റ് സെക്ഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്? ശരിക്കും നിങ്ങൾ എക്സാമിൽ ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഏതെടുക്കാൻ പോകുന്നു? അറ്റ് സെക്ഷൻ 4 എടുക്കാൻ പോവാണ്. സെക്ഷൻ 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏതാണ് സെക്ഷൻ 4? നമ്മുടെ കനാല് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് ജോയിൻ ചെയ്യുന്ന പൊസിഷൻ. അതായത് കനാൽ ആദ്യം കോൺട്രാക്ട് ചെയ്ത് ഒരു കനാൽ ട്രഫായി മാറി തിരിച്ച് വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് ഒറിജിനൽ കനാലിലേക്ക് പോകുന്ന പോർഷൻ. ആ പോർഷനെയാണ് നമ്മൾ സെക്ഷൻ 4 എന്ന് പറയുന്നത്. ഓക്കെ, സോ അറ്റ് സെക്ഷൻ 4 ദ കനാൽ റിട്ടേൺസ് ഇൻ to its normal section. ഒറിജിനൽ കനാൽ സെക്ഷൻ എത്രയാണോ 20 മീറ്റർ ആണല്ലേ, ആ 20 മീറ്ററിലേക്ക് എന്ത് ചെയ്യുന്നു? സെക്ഷൻ 4ൽ ഇത് റീജോയിൻ ചെയ്യുന്നു. അപ്പൊ സെക്ഷൻ 4 മുതൽ ഇതൊരു ട്രപ്പീസോയിഡൽ കനാൽ സെക്ഷൻ തന്നെയാണ്. ആ ട്രപ്പീസോയിഡൽ കനാൽ സെക്ഷൻ ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്തേ? കോൺട്രാക്ഷൻ വഴി ഒരു റെക്ടാങ്കുലർ ട്രഫാക്കി മാറ്റിയ, വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് സെക്ഷൻ 4ലേക്ക് എത്തുമ്പോഴേക്ക് അത് എന്ത് ചെയ്യുന്നു? ട്രപ്പീസോഡൽ കനാൽ സെക്ഷൻ തന്നെ ആയി മാറി. അപ്പൊ ഈ ട്രപ്പീസോഡൽ കനാൽ സെക്ഷൻ, ഈ സെക്ഷൻ 4 മുതൽ ട്രപ്പീസോഡൽ കനാൽ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ ഏരിയ എത്രയായിരിക്കും? അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ ഏതാണ്? ഏരിയ ഈക്വൽ ടു b പ്ലസ് ZY ഇൻറ്റു Y.
ഓക്കെ, ഈ ഇക്വേഷൻ ഡയറക്ട്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബി എത്രയാണെന്ന് അറിയാം നമുക്ക്. ഈ ട്രപ്പീസോഡൽ കനാൽ സെക്ഷൻ ഫൈനൽ സെക്ഷൻ ഓഫ് കനാലാണ്, അതായത് ഒറിജിനൽ സെക്ഷൻ ഓഫ് കനാലാണ്. അത് 20 മീറ്റർ ആണ്. 20 മീറ്റർ പ്ലസ് നമുക്ക് ഇതിന്റെ ഒറിജിനൽ സ്ലോപ്പ് നമുക്കറിയാം 1.5:1 ആണ്. ഇതാണ് നമ്മൾ കനാൽ ട്രഫിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും വെർട്ടിക്കൽ ആക്കി മാറ്റിയിരുന്നത്. സോ 1.5+1 ആണ്. സോ സെറ്റ് ഈസ് 1.5 into y. What is y? കനാലിലെ ഡെപ്ത് ഓഫ് വാട്ടർ എത്രയാണ് തന്നിരിക്കുന്നത്. വീണ്ടും നിങ്ങൾ ഈ ഓരോ കാര്യം പറയുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിലെ മെയിൻ ഡാറ്റ അതേപോലെ വീണ്ടും ഒന്ന് നോക്കുക. അപ്പൊ അവിടെ ഏറ്റവും കനാലിന്റെ ഡീറ്റെയിൽസ് ഏറ്റവും താഴെ പറഞ്ഞിട്ടുണ്ട് കനാൽ വാട്ടർ ഡെപ്ത് എത്രയാണ്, 1.5 മീറ്റർ ആണ്. സോ ഇൻറ്റു 1.5 മീറ്റർ. കാരണം ഞാനിവിടെ ഓരോ തവണ റിവേഴ്സ് ആ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എടുക്കുക, ക്വസ്റ്റ്യനിൽ നോക്കുക കനാൽ വാട്ടർ ഡെപ്ത് എത്രയാണ് തന്നിരിക്കുന്നത്, 1.5 മീറ്റർ ഇൻറ്റു 1.5. അപ്പൊ നമ്മുടെ ഈ വരുന്ന കനാലിലുള്ള വാട്ടറും തിരിച്ച് പഴയ പൊസിഷനിലേക്ക് പോകുന്ന കനാലിലേക്കുള്ള വാട്ടറും ഫൈനലി നമ്മളെ കനാലിൽ വേണ്ട വാട്ടർ ഡെപ്ത് എത്രയാണ്, 1.5 മീറ്റർ ആണ്. സോ ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചൂടെ. ഏരിയ എത്ര കിട്ടും, ഏരിയ വിൽ ബി ഈക്വൽ ടു 33.75 meter square. Okay, area will be equal to 33.75 meter square. Once നമുക്ക് ഏരിയ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ. എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കാം, വെലോസിറ്റി അറ്റ് സെക്ഷൻ 4. ഇത് ഏരിയ അറ്റ് സെക്ഷൻ 4 ആണ്. വെലോസിറ്റി അറ്റ് സെക്ഷൻ 4 equal to q by area at section 4. What is discharge through the canal? Again go back to the question. Questionൽ ഏറ്റവും ആദ്യം തന്നിട്ടുണ്ട് full supply discharge. എത്രയാ തന്നിട്ടുള്ളത്, 32 തന്നിട്ടുണ്ട്. 32 divided by 33.75. അപ്പൊ ഇത് എത്ര വരും, 0.947 meter per second. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പം ഇവിടെയുള്ള കനാലിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 33.75 ആണ്. വെലോസിറ്റി നമുക്ക് കിട്ടി 0.9475. അപ്പൊ ഇതെന്തിനാ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, സെക്ഷൻ നമ്മൾ ഓരോ പോയിന്റിൽ ഹെഡ് ലോസും ബെഡ് ലെവലും കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ബെഡ് ലെവൽ കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ പോർഷനിലെയും ടോട്ടൽ എനർജി ലൈൻ എത്രയാണെന്ന് അറിയണം, വെലോസിറ്റി ഹെഡ് എത്രയാണെന്ന് അറിയണം. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ വെലോസിറ്റി ഹെഡ് കണ്ടുപിടിക്കണം. വെലോസിറ്റി ഹെഡിന്റെ ഇക്വേഷൻ എന്താണ്, v²/2g. സോ v4 square by 2g ചെയ്യുക. So this will be equal to 0.947 square divided by 2 into 9.81. This will be equal to, ആൻസർ മാത്രമേ ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ, 0.046 meter. ഇനി നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽ കനാൽ ബെഡ് ലെവൽ എത്രയാ വേണ്ടത്, 212 ആണ്, റൈറ്റ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഒരു കനാൽ തുടങ്ങുന്ന പോർഷനിലും അത് റിവറിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ റിവറിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടും സ്റ്റിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കനാലിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആ കനാൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്നിരുന്നാലേ നമ്മൾ കനാൽ ട്രഫ് അല്ലെങ്കിൽ അക്യൂഡക്റ്റ് സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എൻഡിന്റെ ഡൗൺ സ്ട്രീം സൈഡിലാണ് ഈ കണ്ടീഷൻസ് ഒക്കെ കനാലിന്റെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. അപ്പൊ ഡൗൺ സ്ട്രീം സൈഡിൽ നമുക്ക് കനാലിന്റെ ബെഡ് ലെവൽ എത്രയാണ് വേണ്ടത്, 212 ആണ് വേണ്ടത്. അത് കനാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ എത്രയാണോ അത് തന്നെയാണ് എടുക്കേണ്ടത്, 212 മീറ്റർ. ഇനി അപ്പൊ നമുക്കറിയാം 212 മീറ്റർ ആണ് നമ്മുടെ കനാലിന്റെ ബെഡ് ലെവൽ, 212 ആണെന്ന് അറിയാം. ഓക്കെ, കനാലിന്റെ വാട്ടർ ഡെപ്ത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, 1.5 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പം അതും നമുക്ക് ചെയ്തൂടെ. ഇതാണ് 1.5 മീറ്റർ. കനാൽ ബെഡ് ലെവൽ 212 ആണ്, കനാലിന്റെ വാട്ടർ ഡെപ്ത് 1.5 മീറ്റർ ആണ്. അപ്പൊ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഡ് 212 ആണെങ്കിൽ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് വാട്ടർ സർഫസ് എത്രയായിരിക്കും, 212 plus 1.5. Okay, so this will be equal to 213.5. അപ്പോൾ നമുക്ക് ഇവിടെ reduced level of water surface എത്ര കിട്ടി, 213.5. ഇനി similarly reduced level of total energy level എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, z plus y plus v square by 2g ആണ്. z ആണ് എന്ത്, 212, y ആണ് എന്ത്, 1.5, v square by 2g എത്രയാണ്, 0.046. This represents the total energy head h അല്ലെങ്കിൽ total energy level line. So reduced level എത്ര കണ്ടുപിടിക്കാം, നമുക്ക് reduced level ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ 213.5 plus 0.046. So this will be equal to 213.5.
546. സോ അങ്ങനെയാണ് ഇവിടെ 213.546ഉം 213.5ഉം 212 മീറ്റർ ഒന്നും മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ ഫിഗർ വരയ്ക്കേണ്ടത്. അപ്പൊ ഫിഗർ വരച്ചു കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് ഓൾറെഡി കയ്യിലുള്ള ഡീറ്റെയിൽസ് ഏതൊക്കെയാണ്? ബെഡ് ലെവൽ അറിയാം, ഇത് ഗിവൺ ഡീറ്റെയിൽസ് ആണ് 212 മീറ്റർ. അവിടുന്ന് 1.5 മീറ്റർ പ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 213.5 കിട്ടി. പ്ലസ് b²/2g കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 213.546 കിട്ടി. ഇനി ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് സെക്ഷൻ 3.3ന്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ സെക്ഷൻ 3.3യിലുള്ള ടോട്ടൽ എനർജി ലൈൻ ഇതാണ്, ലെവൽ ഇത്രയാണ്. ഇതിൽ നിന്നൊരു ലോസ് സംഭവിച്ചിട്ടാണ് ഈ വാല്യൂലേക്ക് വരുന്നത്. എന്ത് ലോസാ സംഭവിച്ചിരുന്നത്? എക്സ്പാൻഷൻ ലോസ്. ഓക്കെ, അപ്പൊ എക്സ്പാൻഷൻ ലോസ് സംഭവിച്ചിട്ടാണ് ഈ വാല്യൂ കിട്ടിയത്. നമുക്കിപ്പോ ഈ വാല്യൂ അറിയാം, തിരിച്ച് ഈ വാല്യൂ കിട്ടേണ്ടത്. ഓക്കെ, 213 മൈനസ് എക്സ്പാൻഷൻ ലോസ് ഈസ് ഈക്വൽ ടു 213.5 ആണ്. സോ 213.5 plus expansion loss will give you total energy level at section 3.3. ഓക്കെ, റിവേഴ്സ് ആലോചിക്കാം. ഇതിൽ നിന്ന് ഇത് കുറച്ചാണ് ഇത് കിട്ടുക. അതിന് പകരം നമ്മളിപ്പോൾ എന്താ ആലോചിക്കുന്നത്? ഇതിൽ നിന്ന് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സെക്ഷൻ 3.3യിലെ ടോട്ടൽ എനർജി ലെവൽ കിട്ടും. ഇനി അപ്പോൾ സെക്ഷൻ 3.3യിലേക്ക് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ സെക്ഷൻ 3.3യിലേക്ക് നമുക്ക് ഒന്നറിയാൻ, കനാലിന്റെ വാട്ടർ ഡെപ്ത് എത്രയാണ്? 1.5 മീറ്റർ തന്നെയാണ്. അത് അങ്ങനെ തന്നെ വെക്കുക. ഓക്കെ, ബെഡ് വിഡ്ത്ത് എത്രയാണ് തന്നിരിക്കുന്നത്? ഇത് കനാൽ ഈ സെക്ഷനിൽ ഫ്ലൂം ചെയ്ത സെക്ഷൻ ആണ് അല്ലെ, 10 മീറ്റർ ആണ്. ഇനി ഏരിയ ഓഫ് കനാൽ സെക്ഷൻ എന്താണ്? സെക്ഷൻ 3.3 ആണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴേക്ക് ഏരിയ എങ്ങനെയാണ്? ഒരു കനാല് ട്രപ്പീസോഡൽ സെക്ഷൻ ആണോ? അല്ല, നമുക്ക് ഇത് റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏരിയ ഓഫ് ചാനൽ എത്ര എടുക്കാം? b into y. So this will be equal to 10 into 1.5. So this will be equal to 15 meter square. Okay. ഇനി വെലോസിറ്റി, ഇവിടെയുള്ള വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. വെലോസിറ്റി ഈസ് v3. ഇതൊന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അഗെയിൻ ഡിസ്ചാർജ് ബൈ ഏരിയ ആണ്. കനാലിന്റെ ഡിസ്ചാർജ് എത്രയാണ്? 32 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ്. ഡിവൈഡഡ് ബൈ 15. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2.13 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഹെഡ് കണ്ടുപിടിക്കുക. v3² / 2g. അതും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വാല്യൂ കിട്ടും? 0.232 കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആയി. ഇനി നോക്കേണ്ടത് ഇവിടെയുള്ള എനർജി ലോസ് ആണ്. ഓക്കെ, സോ ഹെഡ് ലോസ് ഇൻ എക്സ്പാൻഷൻ. ഈ ഒരു എക്സ്പാൻഷൻ ലോസ് ഉണ്ട് അല്ലേ? ആ എക്സ്പാൻഷൻ ലോസ് കൊണ്ടാണ് നമുക്ക് ഇവിടെയുള്ള ഒറിജിനൽ വാല്യൂ എത്രയാണ് നമ്മുടെ ടോട്ടൽ എനർജി ലൈൻ ഈ സെക്ഷൻ 3.3യിൽ ഉണ്ടാവേണ്ട ശരിക്കുള്ള വാല്യൂ 213.602 ആണ്. അതിൽ നിന്ന് സെക്ഷൻ 4ലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ 213.546 ആവുന്നുണ്ട്. ഇത് ഈ വാല്യൂയിൽ നിന്ന് ഈ വാല്യൂവിലേക്ക് ആവുന്നത് എന്തുകൊണ്ടാണ്? എക്സ്പാൻഷൻ ലോസ് കൊണ്ടാണ്. അപ്പൊ എക്സ്പാൻഷൻ ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എക്സ്പാൻഷൻ ലോസ് or loss of head in expansion from section 3.3 to section 4 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെഡ് ലോസ് ഇൻ എക്സ്പാൻഷൻ നമ്മൾ പണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ മൈനർ ലോസിൽ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. kv²/2g മൈനർ ലോസിന്റെ ഇക്വേഷൻ ആയിട്ട്. ആ ഇക്വേഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഹെഡ് ലോസ് ഇൻ എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു k as equal to 0.3 into എക്സ്പാൻഷൻ ആണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി v3² minus final velocity v4² divided by 2g. Okay, so equation use here 0.3 into v3² minus v4². So if you substitute this one, this will be equal to 0.0558 അല്ലെങ്കിൽ ഒരു 0.5056 meter കൊടുക്കുക. Okay, so this is the total loss. അപ്പോൾ ടോട്ടൽ ലോസ് ഇത് കിട്ടി. അതായത് സെക്ഷൻ 3.3യിലെ ടോട്ടൽ എനർജി ലെവലിൽ നിന്ന് ഇത് ലോസ് ചെയ്തിട്ടാണ് സെക്ഷൻ 4ലെ ടോട്ടൽ എനർജി ലൈൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ എനർജി ലൈൻ അറ്റ് സെക്ഷൻ 4 ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ.
അത് എത്രയാണ് നമുക്ക് ടോട്ടൽ എനർജി ലെവൽ അറ്റ് reduced level of total energy level at section 44 plus head loss. അതാണ് എന്ത് നമ്മുടെ reduced level of total energy line at 33. So this will be equal to 213.546 plus 0.056. So this will be equal to 213.602. ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സെക്ഷൻ 33 213.602 എന്നുള്ള ടോട്ടൽ എനർജി ലെവൽ കിട്ടി. ഇനി എന്ത് കിട്ടണം? വാട്ടർ സർഫസ് ലെവൽ കിട്ടണം. വാട്ടർ സർഫസ് ലെവൽ കിട്ടണമെങ്കിൽ നമുക്ക് ടോട്ടൽ എനർജി ലൈനിൽ നിന്ന് വാട്ടർ സർഫസ് ലെവൽ കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യണം? v²/2g മൈനസ് ചെയ്താൽ മതി. അപ്പോൾ v²/2g മൈനസ് ചെയ്യണം. v²/2g മൈനസ് ചെയ്യണമെങ്കിൽ സോ ദിസ് വിൽ ബി ഈക്വൽ ടു reduced level at total energy level minus v²/2g. Okay, so this will be equal to 213.602 minus v²/2g എത്രയാണ്? 0.232. Okay, so this will be equal to 213.370. ഇനി ഇതിൽ നിന്ന് കനാലിന്റെ വാട്ടർ ലെവൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കനാലിന്റെ ബെഡ് ലെവൽ കിട്ടും. 1.5 മൈനസ് ചെയ്താൽ മതി. സോ 213.370 minus 1.5 equal to 211.87. ഇത് ക്ലിയർ ആവാൻ വേണ്ടി ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കുക. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി വരും. സോ സീ ഹിയർ നമുക്ക് ഈ 3 ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞു. അതിൽ നിന്ന് ഈ ഡീറ്റെയിൽസിനോട് കൂടി ഹെഡ് ലോസ് പ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കിട്ടി. ഇതിൽ നിന്ന് മൈനസ് v²/2g ചെയ്തപ്പോൾ ഇതും കിട്ടി. അതിൽ നിന്ന് 1.5 മീറ്റർ ഡെപ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതും കിട്ടി. ഇത്രയും ഡീറ്റെയിൽസ് ആയി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് സെക്ഷൻ 22 ഡീറ്റെയിൽസ് നോക്കണം. സെക്ഷൻ 22 നോക്കുവാണെങ്കിൽ നമ്മൾ സെക്ഷൻ 44 നിന്ന് വിഡ്ത്ത് കുറഞ്ഞ് സെക്ഷൻ 33 ഓക്കെ, അതിൽ നിന്ന് കനാലിന്റെ വിഡ്ത്ത് കുറയുന്നില്ല. ഇവിടെ മുതൽ കനാൽ സെക്ഷൻ 22 എത്തുന്ന വരെയും നമ്മുടെ കനാൽ വിഡ്ത്ത് സെയിം തന്നെയാണ്. ഓക്കെ, സോ ദ കനാൽ ട്രഫ് ഈസ് കോൺസ്റ്റന്റ്. സോ ഏരിയ ഒക്കെ എന്താണ്? സെക്ഷൻ 22 അതേ ഏരിയ തന്നെയാണ് സെക്ഷൻ 33 അപ്പൊ അവിടെയുള്ള ഏരിയ എത്രയാണ്? ഏരിയ ഓഫ് കനാൽ സെക്ഷൻ എത്രയായിരുന്നു? 15 മീറ്റർ സ്ക്വയർ ആയിരുന്നു. വെലോസിറ്റി എത്രയായിരുന്നു? 2.13 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ആ സെയിം ഡീറ്റെയിൽ എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് സെക്ഷൻ 22ന്റെ കേസിൽ യൂസ് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള ടോട്ടൽ എനർജി ലെവൽ എത്രയാണോ അതിൽ നിന്ന് കുറഞ്ഞിട്ടാണ് ടോട്ടൽ എനർജി ലെവൽ അറ്റ് സെക്ഷൻ 33 വരിക. എന്ത് കുറവാണ് ഇവിടെ വരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് കുറവാണ്? ഫ്രിക്ഷണൽ ലോസ് ആണ് നമുക്ക് ഇവിടെയുള്ള മെയിൻ ലോസ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഫ്രിക്ഷണൽ ലോസ് എന്താണ്? എത്രയാണ് ഫ്രിക്ഷണൽ ലോസ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ മാനിങ്സ് ഫോർമുലയാണ്. സോ മാനിങ്സ് ഫോർമുല അറിയാം നമുക്ക്. v = 1/n r⁻²/3 s⁻². ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. നമ്മൾ ഒന്ന് ആദ്യം സ്ക്വയർ ചെയ്യാണ്. സോ v² = 1/n² r⁻⁴/3 s. ഓക്കെ, ഇനി ഈ എസിനെ ഞാൻ വീണ്ടും ഒന്ന് ഇവിടത്തേക്ക് തിരുത്തി എഴുതുവാണ്. s = ഓക്കെ n² v² /r⁴/3. ഇതിൽ n എന്താണ്? റഫ്നെസ് കോഎഫിഷ്യന്റ്, v വെലോസിറ്റി, r ഹൈഡ്രോളിക് റേഡിയസ്, s എന്താണ്? സ്ലോപ്പ്. ഈ s നെ വീണ്ടും ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. s slope is equal to head divided by length or head loss divided by length. So this will be equal to n² v² r⁴/3. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹെഡ് ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n² v² L divided by r⁴/3. നിങ്ങൾ ആകെ ഈ ഒരു ഇക്വേഷനെ ഓർക്കണ്ടോ? ഈ ഇക്വേഷൻ എങ്ങനെയാ വന്നതെന്ന് മാത്രമേ ഇവിടെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ഫ്രിക്ഷണൽ ലോസ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ലെറ്റ് us use that equation. Head loss HL is equal to n² v² L by r⁴/3. So this will be equal to n എത്രയാണ് എടുക്കുക? സോ കോൺക്രീറ്റ് ട്രഫ് ആയതുകൊണ്ട് തന്നെ
കോൺക്രീറ്റ് റഫ് ആയതുകൊണ്ട് തന്നെ n is equal to 0.016 ആയിട്ട് എടുക്കാം. ഓക്കെ, സോ 0.016. ഇനി v എത്രയാണ് നമുക്ക് എടുക്കേണ്ടത്? v നമുക്കറിയാം റഫ് സെക്ഷൻ 3-3 അതേ വെലോസിറ്റി തന്നെ ഇവിടെ എടുക്കാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2.13 സ്ക്വയർ ഇൻറ്റു ലെങ്ത് എത്രയാണ്? സെക്ഷൻ 3-3 മുതൽ 2-2 വരെ ഉണ്ട്. ആ കംപ്ലീറ്റ് ലെങ്ത് ഉണ്ട് അല്ലെ? ഈ ഒരു കംപ്ലീറ്റ് ലെങ്ത് ഉണ്ട്. ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള കംപ്ലീറ്റ് ലെങ്ത് എത്രയാണ്? ലെങ്ത് ഓഫ് ദി വാട്ടർ വേ, ഡ്രെയിനേജിന്റെ വാട്ടർ വേ എത്രയാണോ അത് തന്നെയാണ് 82.5. സോ ഇൻറ്റു 82.5 divided by r raised to 4/3. r എന്താണ്? ഹൈഡ്രോളിക് റേഡിയസ് ആണ്. r equal to a by p. ഏരിയ എത്രയാണ് തന്നിരിക്കുന്നത്? നമുക്കറിയാം നേരത്തെ അതേ ഏരിയ 15 ആണ്. പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ equal to നമുക്കറിയാം b plus 2y ആണ്. b എത്രയാണ് നമുക്കറിയാം? നമ്മൾ കോൺക്രീറ്റ് റഫ് ആണ് അല്ലെ? കോൺക്രീറ്റ് റഫ് ആണ്. കനാലില് അക്യൂഡക്റ്റ് പോർഷനിൽ റിവറിന്റെ മുകളിലുള്ള പോർഷൻ അവിടെ വിഡ്ത്ത് ചുരുങ്ങിയിട്ട് നമ്മൾ ഫ്ലൂം ചെയ്ത വിഡ്ത്താണ് എടുക്കുക 10 plus 2 into 1.5. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ 13 കിട്ടും. അപ്പൊ ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15/13 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.16 മീറ്റർ കിട്ടും. ഓക്കെ, അപ്പൊ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.16 ഹോൾ പവർ 4/3. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ എത്ര കിട്ടും? ഹെഡ് ലോസ് 0.079 കിട്ടും. അപ്പൊ ഇത്രയും ഹെഡ് ലോസ് സംഭവിച്ചിട്ടാണ് സെക്ഷൻ 2-ലെ ടോട്ടൽ എനർജി ലെവലിൽ നിന്നുള്ള ലോസ് സംഭവിച്ചിട്ടാണ് സെക്ഷൻ 3-3-ലുള്ള വാല്യൂ ശരിക്കും വരേണ്ടത്. നമുക്ക് സെക്ഷൻ 3-3-ലുള്ള റെഡ്യൂസ്ഡ് ലെവൽ അറിയാം. എത്രയാണ് സെക്ഷൻ റെഡ്യൂസ്ഡ് ലെവൽ അറ്റ് ടോട്ടൽ എനർജി ലെവൽ അറ്റ് 3-3? അത് നമുക്ക് അറിയാം. ഓക്കെ, റെഡ്യൂസ് ലെവൽ ഓഫ് ടോട്ടൽ എനർജി ലെവൽ അറ്റ് 3-3 അറിയാം. അതെങ്ങനെ ശരിക്കും കിട്ടേണ്ടത്? സെക്ഷൻ 2-2-ലുള്ള ടോട്ടൽ എനർജി ലെവലിൽ നിന്ന് ഇത്ര ഹെഡ് ലോസ് സംഭവിച്ചിട്ടാണ് ഈ ഒരു വാല്യൂ കിട്ടുന്നത്. അപ്പൊ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് ടോട്ടൽ എനർജി ലൈൻ അറ്റ് 2-2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ഈ ഹെഡ് ലോസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. സോ പ്ലസ് 0.079 മീറ്റർ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇത് ഫ്രിക്ഷണൽ ലോസ് ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 213.681. ഇനി ഇതിൽ നിന്ന് വെലോസിറ്റി ഹെഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ഹെഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ലെവൽ സർഫസ് കിട്ടും. സോ 213.681 വെലോസിറ്റി ഹെഡ് നേരത്തെ സെക്ഷൻ 3-3-ലുള്ള സെയിം വെലോസിറ്റി ഹെഡ് തന്നെ. സോ മൈനസ് 0.232 കുറയ്ക്കുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 213.449. ഇതിൽ നിന്ന് വാട്ടർ ഡെപ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 213.449 മൈനസ് 1.5. എപ്പോഴും വാട്ടർ ഡെപ്ത് സെയിം ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 211.949. സോ നമുക്ക് 213.602-ൽ നിന്ന് ഈ ഫ്രിക്ഷണൽ ലോസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? ഈ വാല്യൂ കിട്ടി. അതിൽ നിന്ന് v²/2g കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വാല്യൂ കിട്ടി. 1.5 മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വാല്യൂ കിട്ടി. ഇനി ലാസ്റ്റ് സെക്ഷൻ 1-1 നോക്കണം. അപ്പൊ സെക്ഷൻ 1-1-ൽ ശരിക്കും ടോട്ടൽ എനർജി ലെവൽ ഇത്രയായിരുന്നു അല്ലേ? ഇതിൽ നിന്ന് ഒരു കോൺട്രാക്ഷൻ ലോസ് സംഭവിക്കുമ്പോഴാണ് ഈ വാല്യൂ കിട്ടുന്നത്. അപ്പൊ ഈ വാല്യൂന്റെ കൂടെ ഈ കോൺട്രാക്ഷൻ ലോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഈ വാല്യൂ കിട്ടും. അപ്പൊ കോൺട്രാക്ഷൻ ലോസ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. So loss of head in contraction transition from section 1-1 to section 2-2. ഇതിനും നമ്മൾ മൈനർ ലോസിന്റെ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇക്വേഷൻ kv²/2g. ഇവിടെ കോൺട്രാക്ഷൻ ലോസ് ആയതുകൊണ്ട് തന്നെ k എത്രയായിട്ട് എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ k will be equal to 0.2 ആയിട്ട് എടുക്കുന്നു. സോ നമുക്ക് ഹെഡ് ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഹെഡ് ലോസ് this will be equal to 0.2 into v2² minus v1² whole divided by 2g. So final velocity minus initial velocity square minus initial velocity square divided by 2g. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.2 into final velocity പറഞ്ഞാൽ സെക്ഷൻ 2-2-ലെ വെലോസിറ്റി ആണ്. 2.13 square minus 0.947 square whole divided by 2 into 9.81. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 0.037 ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ എങ്ങനെയാണ് വെലോസിറ്റി 0.947 എടുത്തിരിക്കുന്നത്. ഈ വെലോസിറ്റി നമ്മൾ സെക്ഷൻ 44 ട്രപ്പീസോഡൽ ചാനൽ സെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സെക്ഷൻ 44 എന്താണ്? ഒരു ട്രപ്പീസോഡൽ ചാനൽ സെക്ഷൻ ആണ്. അതേപോലെ സെക്ഷൻ 11 എന്താണ്? ഒരു ട്രപ്പീസോഡൽ ചാനൽ സെക്ഷൻ അവസാനിക്കുന്ന ഒരു പോർഷൻ ആണ്. സോ 20 മീറ്റർ വെഡ്ത്ത് ഉള്ള ഒരു സെക്ഷൻ ആണ്, ട്രപ്പീസോഡൽ സെക്ഷൻ ആണ്. അവിടെയുള്ള വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്താലും സെയിം സെക്ഷൻ 44 അതേ വെലോസിറ്റി തന്നെയായിരിക്കും 0.947. അതിവിടെ എടുത്തിട്ടാണ് ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഹെഡ് ലോസ് സംഭവിച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് സെക്ഷൻ 22 ടോട്ടൽ എനർജി ലെവൽ കിട്ടുന്നത്. സോ നൗ ഹൗ ടു ഫൈൻഡ് ഔട്ട് reduced level of total energy level at section 11? What you have to do is, first we know that reduced level of total energy level at 22 അറിയാം. അതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഇത് ആഡ് അപ്പ് ചെയ്താൽ മതി. So the answer will be equal to 213.718. ഓക്കെ, ഇനി വാട്ടർ സർഫസ് ലെവൽ കിട്ടണമെങ്കിൽ 213.718 നിന്ന് എന്ത് ആഡപ്പ് ചെയ്താൽ മതി? അതിന്റെ കൂടെ v²/2g ആഡ് ചെയ്താൽ മതി. സോ v²/2g എത്രയായിരിക്കും? സോറി, v²/2g കുറച്ചാൽ മതി. നമുക്ക് കുറയ്ക്കല്ലേ വേണ്ടേ? അതായത് ടോട്ടൽ എനർജി ലെവൽ സെക്ഷൻ 1 ഇത്രയാണ്, അതിന് താഴേക്കുള്ള വാട്ടർ സർഫസ് ലെവലാണ് അറിയേണ്ടത്. അതിൽ നിന്ന് നമുക്ക് v²/2g കുറയ്ക്കുകയാണ് വേണ്ടത്. എഗെയിൻ ഇത് സെക്ഷൻ 44 അതേ വെലോസിറ്റി ഹെഡ് ആണ് കേട്ടോ, 0.046. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 213.672 കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ബെഡ് ലെവൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാൻ? 213.672 നിന്ന് കനാൽ വാട്ടർ ഡെപ്ത് കുറയ്ക്കുക, 1.5 കുറച്ച് കഴിഞ്ഞാൽ 212.172 കിട്ടും. സോ ഫൈനലി എല്ലാ പോയിന്റിലെയും ലെവൽ നമുക്ക് കിട്ടി. ഓരോന്നും ഇങ്ങനെ എടുത്തെഴുതാം. അതിനുശേഷം ഇതിന്റെ ഗ്രാഫും കൂടി ഒന്ന് പ്ലോട്ട് ചെയ്യുക. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സെക്ഷൻ ആദ്യം വരക്കണം. സെക്ഷനിൽ സെക്ഷൻ 1, 2, 3, 4 മാർക്ക് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ താഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വാല്യൂസ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ വലിയൊരു വേരിയേഷൻ ലെവൽ കീപ്പ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. അപ്പം നമ്മൾ കൊടുക്കുമ്പം ആക്ച്വൽ ലെവൽ വെച്ചിട്ട് തന്നെ കൊടുക്കുക. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ചുമ്മാ അങ്ങ് മാർക്ക് ചെയ്ത് 213.6 ഇവിടെയാണ്, 213.4 ഇവിടെയാണെങ്കിൽ പലപ്പോഴും ചിലപ്പം കയറി പോവാറൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് വാല്യൂ നോക്കിയിട്ട് അപ്രോക്സിമേറ്റ് ഒരു റഫ് കാൽക്കുലേഷൻ വഴി നിങ്ങൾ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്തെടുക്കുക. ആക്ച്വൽ അല്ലെങ്കിൽ പോലും അപ്രോക്സിമേഷൻ ചെയ്ത് ലെവൽ ചെയ്ത് ഗ്രാഫ് വരയ്ക്കുക. സോ 4 സെക്ഷനിലെ പോയിന്റ്സും വരയ്ക്കണം. നമ്മൾ ബെഡ് ലെവൽ പോയിന്റ് മാർക്ക് ചെയ്യണം, വാട്ടർ ലെവൽ പോയിന്റ് മാർക്ക് ചെയ്യണം, ടോട്ടൽ എനർജി ലെവൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ 3 ലൈൻസും നമ്മുടെ ഫിഗറിൽ ഉണ്ടാവണം. സോ ഇത്രയും വെച്ച് നമ്മുടെ സ്റ്റെപ്പ് 3 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 4 ആണ് ഡിസൈൻ ഓഫ് ട്രാൻസിഷൻസ്. അതായത് ഈ കോൺട്രാക്ഷൻ ട്രാൻസിഷനും ഈ എക്സ്പാൻഷൻ ട്രാൻസിഷനും നമ്മൾ പറഞ്ഞു 10 മീറ്റർ ആണ്, 15 മീറ്റർ ആണ്. ഈ ഓരോ 10 മീറ്ററിലും ഈ ഒരു വിഡ്ത്ത് എത്രയാണ്? 10 മീറ്റർ അല്ല അല്ലെ, കൂടും. അത് എത്രയാണ്? ഇത് ഇവിടെ എത്തുമ്പോഴേക്ക് ഇത് എത്രയാണ്? ഇവിടെ എത്തുമ്പോഴേക്ക് ഇത് എത്രയാണ്? ഇവിടെ എത്തുമ്പോഴേക്ക് ഇത് എത്രയാണ്? അല്ലെങ്കിൽ ഈ 20 മീറ്റർ എത്ര ഡിസ്റ്റൻസിലുള്ളതാണ്? 18 മീറ്റർ, 16 മീറ്റർ, 12 മീറ്റർ, അങ്ങനെ കുറഞ്ഞ് 10 മീറ്ററിലേക്ക് എത്തുന്നത്. അതേപോലെ ഇവിടെ 10 മീറ്ററിന് 12 മീറ്റർ ആയി, 14 മീറ്റർ ആയി, 16 മീറ്റർ ആയി, 18 മീറ്റർ ആയിട്ട് 20 മീറ്റർ ആയിട്ട് എത്തുന്നത് എങ്ങനെയാണ്? അതാണ് ഇനി സ്റ്റെപ്പ് 4 ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്റ്റെപ്പ് 4 ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ. നമുക്ക് 2 ഡിസൈൻ ഇവിടെ ചെയ്യാണ്ട്. വൺ ഈസ് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ, രണ്ടാമത്തത് എക്സ്പാൻഷൻ ട്രാൻസിഷൻ. അപ്പൊ ആദ്യത്തേത് ഇതാണ് കോൺട്രാക്ഷൻ ട്രാൻസിഷൻ, അതായത് ഈ 20 മീറ്റർ മെല്ലെ ചുരുങ്ങി 10 മീറ്റർ ആവുന്ന. രണ്ടാമത്തത് എക്സ്പാൻഷൻ ട്രാൻസിഷൻ, 10 മീറ്റർ എന്ത് ചെയ്യുന്നു? ബാക്ക് ടു 20 മീറ്റർ ആവുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ് us see കോൺട്രാക്ഷൻ ട്രാൻസിഷൻ. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, മിത്രാസ് ഹൈപ്പർബോളിക് ട്രാൻസിഷൻ ഇക്വേഷൻ. bx equal to bn into bf into lf divided by lf into bn minus x into bn minus bf. ഓക്കെ, അത് ബി എഫ് എന്ന് പറഞ്ഞ വിഡ്ത്ത് ഓഫ് ദി ഫ്ലൂം ആണ്, 10 മീറ്റർ ആണ്. ഇതിൽ ഒറിജിനൽ വിഡ്ത്ത് ഓഫ് ദി കനാൽ 20 മീറ്റർ. എൽ എഫ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ഫ്ലൂം ആണ്. ലെങ്ത് ഓഫ് ദി ഫ്ലൂം ഇൻ കോൺട്രാക്ഷൻ. കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒറിജിനൽ 20 മീറ്ററിന് നമ്മൾ കോൺട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആ ലെങ്ത്, ഈ ലെങ്ത് എത്രയാണ്? 10 മീറ്റർ ആണ്. സോ ദീസ് ആർ ദ ഡീറ്റെയിൽസ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബി എക്സ് കിട്ടുക
20 into BF 10 into 10 divided by LF again 10 into 20 minus ഈ x എന്താ നമുക്ക് പറയാം. ഓക്കെ, മൈനസ് x into 20 minus 10 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് 2000 divided by 200 minus 10x എന്ന് കിട്ടും. So നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ bx equal to 2000 divided by 200 minus 10x. അപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഇത് തുടക്കം 20 മീറ്റർ ആയിരുന്നു, അത് കോൺട്രാക്ഷൻ ചെയ്ത് നമുക്ക് ഫൈനലി നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന 10 മീറ്റർ ആണ്. അപ്പോൾ ഈ 10 മീറ്ററിൽ നിന്ന് നമ്മൾ എക്സ് ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ, സപ്പോസ് 10 മീറ്ററിന് എക്സ് ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് എത്രയാവും? നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആണ്. 0യിൽ നിന്ന് ഒരു എക്സ് മീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ, സപ്പോസ് 2 മീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ ആ 2 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഡ്ത്ത് എത്രയാണ്? അതാണ് ബി എക്സ് നോടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ഞാൻ 4 മീറ്റർ കൂട്ടിക്കഴിഞ്ഞു, അപ്പൊ അവിടെയുള്ള വിഡ്ത്ത് എത്രയാണ്? അതാണ് ഈ ബി എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിഡ്ത്ത് ഓഫ് ദി ചാനൽ അറ്റ് 4 മീറ്റർ. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഈ 10 മീറ്ററിലും ഡിഫറെന്റ് ഗ്യാപ്സ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ എക്സിനും കറസ്പോണ്ടിങ് വിഡ്ത്ത് ഓഫ് ദി കനാൽ കണ്ടുപിടിക്കണം. സോ സി ഹിയർ, ഇവിടെയാണ് 10 മീറ്റർ. അപ്പൊ ഈ 10 മീറ്റർ കഴിഞ്ഞ് ഇവിടെ 20 മീറ്ററിലേക്ക് ആകുമ്പോഴേക്കും ഈ ഓരോ പോർഷനിലുള്ള വിഡ്ത്ത് എത്രയാണെന്നാ കണ്ടുപിടിക്കേണ്ടത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ 1 മീറ്റർ വെച്ചിട്ടൊന്നും കണ്ടുപിടിക്കുന്നില്ല. നമ്മൾ ആകെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ 2 മീറ്റർ ഗ്യാപ്പിൽ നമുക്ക് 10 മീറ്ററിലേക്കാണ് മാറേണ്ടത് അല്ലേ? അതായത് 10 മീറ്റർ വിഡ്ത്ത് ഉള്ള ഒരു കനാല്, 10 മീറ്റർ വിഡ്ത്ത് ഉള്ള ഒരു കനാല്, സോ ദിസ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദി കനാൽ. അത് ഗ്രാജുവൽ ആയിട്ട് ഒരു 10 മീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് 20 മീറ്റർ ആവുന്നത്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ 10 മീറ്റർ ആണ്. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. 2 മീറ്റർ ട്രാവൽ ചെയ്ത് 4 മീറ്റർ, 6 മീറ്റർ, 8 മീറ്റർ, 10 മീറ്റർ. ഇത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ ബി എക്സ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 0യിൽ നിന്ന് നമുക്കറിയാം, ഇഫ് ഇറ്റ് ഈസ് 0, നമുക്കിത് 2000 divided by 200, this will be equal to 10 itself. അതാണ് 0യിൽ, ഈ 0 പോയിന്റിൽ നമുക്ക് ഇത് 10 മീറ്റർ തന്നെയാണ്. ഇനി 2 മീറ്ററിൽ എത്രയാണ്? 10 into 2 കൊടുക്കുക. അപ്പൊ ബി എക്സ് എത്ര കിട്ടുന്നു നോക്കുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 11.11. 4 മീറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്താൽ 12.5 കിട്ടും. സിമിലർലി 6ഉം 8ഉം 10ഉം കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇഫ് യു കാൽക്കുലേറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ലൈക്ക് ദിസ്. അപ്പൊ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇത് പ്രകാരമാണ് നമ്മൾ ഡ്രോയിങ്ങിലെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പാൻഷൻ ട്രാൻസിഷനും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ്പാൻഷൻ ട്രാൻസിഷന് വേണ്ടിയിട്ട് again we can use this equation like this. bx equal to bn into bf into lf whole divided by lf into bn minus x into bn minus bf. സെയിം ഇക്വേഷൻ തന്നെ, ഒറ്റ വ്യത്യാസമുള്ള ഇവിടെ bn നമുക്ക് 20 ആണ് കനാലിന്റെ ഇനീഷ്യൽ വിഡ്ത്ത്, ഫ്ലൂമിന്റെ വിഡ്ത്ത് 10 ആണ്. ലെങ്ത് ഓഫ് ദ ഫ്ലൂം, ഇവിടെ ഇത് എക്സ്പാൻഷൻ ചെയ്യാനുള്ള ലെങ്ത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എക്സ്പാൻഷൻ 10ൽ നിന്ന് 20യിലേക്ക് എക്സ്പാൻഷൻ ചെയ്യാൻ നമ്മൾ എത്ര കൊടുത്തിരുന്നു? 15 മീറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 15 മീറ്റർ ആണ് ഇവിടെ കാണിക്കേണ്ടത്. സോ ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 20 minus x into 20 minus 10. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3000 divided by 300 minus 10x എന്ന് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്തതുപോലെ ടേബിൾ ആക്കാം. ഇവിടെ 15 മീറ്റേഴ്സ് ഉണ്ട്. അഗെയിൻ ഞാൻ ഇവിടെ 2 മീറ്റർ ഇന്റർവെൽ ചെയ്യുന്നു. അതെല്ലാം നിങ്ങൾക്ക് ഇതിന് പകരം ഇത് 15 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 0, 3, 6, 9, 12, 15 എന്ന് ചെയ്യാം. അത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ടേബിൾ ഉണ്ടാക്കിയിട്ട് ചെയ്യാം. പക്ഷെ കൂടുതൽ പ്രിസിഷൻ ഒരേപോലെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഇവിടെ 2 മീറ്റർ ഇന്റർവെല്ലിലാണ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് വിൽ ബി 10 മീറ്റർ ആസ് യു നോ, ആൻഡ് ദിസ് വിൽ ബി 20 മീറ്റർ. റിമൈനിങ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എക്സ് വാല്യൂക്കും 2, 4, 6, 8, 10, 12, 14 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി എക്സിന്റെ വാല്യൂ ഇത് കിട്ടും. അപ്പൊ ഈ വാല്യൂ വെച്ചിട്ട് വേണം ഡ്രോയിങ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ? നിങ്ങൾ എക്സ്പാൻഷൻ പോർഷൻ ഡ്രോ ചെയ്യാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് 5, ഡിസൈൻ ഓഫ് ട്രഫ്. അപ്പോൾ ട്രഫ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ എൻറ്റയർ ട്രഫ്, നമ്മൾ 10 മീറ്റർ ട്രഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നമ്മൾ ആദ്യത്തെ പോർഷനിൽ നമ്മൾ അക്യുഡക്ട്സ് കാണിക്കുമ്പോൾ 2 കമ്പാർട്ട്മെന്റ്സിലുള്ള അക്യുഡക്ട്സും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിക്കിൽ നമുക്ക് വേണമെങ്കിൽ അത് കംപ്ലീറ്റ് 10 മീറ്റർ വേണമെങ്കിൽ സിംഗിൾ ട്രഫ് ആയിട്ട് പോവാം. നമുക്ക് ഇനീഷ്യൽ പോർഷനിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴേക്ക് ഇത് സിംഗിൾ ട്രഫ് എന്നുള്ള പോർഷനിൽ കൺസിഡർ ചെയ്തിട്ട് തന്നെ അങ്ങ് ഡിസൈൻ പോർഷൻ പോവുക. ഏറ്റവും എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ട്രഫിൽ 10 മീറ്റർ എന്ന് പറയുമ്പോഴേക്കും നല്ല വിഡ്ത്ത് വരും, വാട്ടർ പ്രഷർ നല്ല ഹെവി വാട്ടർ പ്രഷർ ആണ്. അപ്പോൾ അതൊന്ന് നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വി വിൽ സ്പ്ലിറ്റ് ദിസ് ട്രഫ് ഇൻറ്റു 2. നമ്മൾ 2 ട്രഫ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 2 ട്രഫ് എടുക്കുമ്പോൾ ഈച്ച് ട്രഫിൽ വിൽ ബി ഓഫ് എ വിഡ്ത്ത് 5 മീറ്റർ ഈച്ച്. അപ്പോൾ ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ, ഇതിന്റെ തിക്നെസ് എത്രയ്ക്ക്, ആ ഇന്റർമീഡിയറ്റ് വാളിന്റെ പോർഷൻ തിക്നെസ് എത്രയ്ക്കും 0.3 മീറ്റർ തിക്നെസ്. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും ഒരു ഇൻസ്പെക്ഷൻ റോഡ് കൊടുക്കും. ഓക്കെ, ഇനി വാട്ടർ ലെവൽ 1.5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇൻ ഓർഡർ ടു അവോയ്ഡ് സ്പില്ലിംഗ് ഓഫ് ദ വാട്ടർ നമ്മളൊരു 0.6 മീറ്റർ എബവ് ഫ്രീ ബോർഡ് കൊടുക്കും. ഓക്കെ, അത് കൂടാതെ ഈ ഔട്ടർ വാൾസ് നമ്മളൊരു 0.4 മീറ്റർ തിക്നെസ് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ 1.5 മീറ്റർ വാട്ടർ ലെവൽ കൊടുക്കുമെന്ന് പറഞ്ഞു, 0.6 മീറ്റർ ഫ്രീ ബോർഡ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബോട്ടം ലെവൽ ഓഫ് ബ്രിഡ്ജ് സ്ലാബ്, അപ്പോൾ ഈ ടോപ്പിൽ നിന്ന് ബോട്ടം ലെവൽ ഓഫ് ബ്രിഡ്ജ് സ്ലാബ് എത്രയായിരിക്കും, ഏകദേശം ഒരു 2.1 മീറ്റർ, അതായത് 1.5 പ്ലസ് 0.6 ഒരു 2.1 മീറ്റർ above the bed level of the trough ആയിരിക്കും ഈ ബോട്ടം ലെവൽ ഓഫ് ബ്രിഡ്ജ് സ്ലാബ് ഉണ്ടാവുക. 2.1 മീറ്റർ above the bed level of trough. Okay, so the height of the trough will be equal to 2.1 meter. Outer wall will be equal to 0.4 meter thick. Okay, ഈ outer wall 0.4 meter thick, ഈ intermediate wall 0.3 meter thick, again ഈ outer wall 0.4 meter thick, ഈ ഒരു portion. Okay, bottom slab of trough that will be also 0.4 meter thick. ഈ സ്ലാബ് ആണ് നമ്മൾ എന്ത് പറഞ്ഞ 1.5 പ്ലസ് 0.6 മീറ്റർ താഴെയിലായിരിക്കും ഈ സ്ലാബ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ആ സ്ലാബിന്റെ ആ 2.1ൽ നിന്ന് വീണ്ടും ഒരു 0.4 മീറ്റർ എന്ത് ചെയ്യും, തിക്നെസ്, സ്ലാബ് തിക്നെസ് കൊടുക്കും. Here again intermediate partition wall already നമ്മൾ പറഞ്ഞു 0.3 മീറ്റർ thick. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇതാണ് ഡ്രെയിൻ പോർഷൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അക്രോസ് ദി ഡ്രെയിൻ നമ്മൾ ട്രഫ് പാസ് ചെയ്യുന്നുണ്ട്. ട്രഫിന് 2 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്, 10 മീറ്റർ വിഡ്ത്ത് ഉള്ളതാണ്, സോ 5 മീറ്റർ ഇൻ ബിറ്റ്വീൻ 0.3 മീറ്റർ പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡെപ്ത് 1.5 ആണ്. ഈ ഫ്രീ ബോർഡ്, ഈ നമ്മൾ ഈ കനാലിന്റെ മുകളിലേക്കൂടെ ഒരു ഇൻസ്പെക്ഷൻ റോഡ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ഫ്രീ ബോർഡ് എത്ര കൊടുക്കും, 0.6 മീറ്റർ കൊടുക്കും. ഓക്കെ, ഇനി കനാൽ ബെഡ് ലെവൽ എത്രയാണെന്ന് നമുക്ക് അറിയാം, 2116 കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഫ്രീ ബോർഡ് ലെവൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ബ്രിഡ്ജിന്റെ പോർഷൻസും മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. ഇത്രയും സ്റ്റെപ്സ് അലോങ് വിത്ത് ഫിഗർ ഡിസൈനിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 25 മാർക്സ് കിട്ടും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഫിഗർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ കാണാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് 25 മാർക്സ് നിങ്ങൾ ഡിസൈനിൽ സ്റ്റെപ്പ് 5 വരെ ചെയ്ത് കഴിഞ്ഞാൽ അലോങ് വിത്ത് ദീസ് സപ്പോർട്ടിംഗ് ഫിഗേഴ്സ് നമുക്ക് 25 മാർക്സ് കിട്ടും. അതുകൂടാതെ ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിന്റെ ഡ്രോയിങ്സ് ചെയ്യണം. അതിന്റെ ഡ്രോയിങ്സ് ആണ് ഈ ഒരു പോർഷൻ. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ക്ലാസ് റൂം ലിങ്കിലേക്ക് തരാം. ഓക്കെ, സോ see here the drainage, this is the plan view. Okay, അപ്പോൾ കംപ്ലീറ്റ് ബെഡ് ലെവൽ ഇതാണ്, 82.5 മീറ്റർ ഇതാണ്. ഓക്കെ, അപ്പോൾ 82.5 മീറ്റർ നമുക്ക് നിങ്ങളുടെ എക്സാം ആൻസർ ഷീറ്റിൽ കംപ്ലീറ്റ്ലി കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡിസ്കണ്ടിന്യൂറ്റി ഇവിടെ കാണിക്കാൻ പറ്റുന്നതാണ്. പയേഴ്സ് കാണിക്കാൻ പറ്റുന്ന പ്ലാനിൽ കാണിക്കുമ്പോൾ ഔട്ടർ പോർഷൻ മാത്രമേ സോളിഡ് ലൈൻസ് കാണാൻ പാടുള്ളൂ. ഇന്നർ ലൈൻസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം അല്ലേ. അത് നമ്മൾ ഗ്യാപ്സ് റെപ്രസെന്റ് ചെയ്യുക, അത് തമ്മിൽ തിക്നെസ് റെപ്രസെന്റ് ചെയ്യുക. ഈ 10 മീറ്റർ കോൺട്രാക്ഷൻ ഇവിടെ കാണിക്കുക, 15 മീറ്റർ എക്സ്പാൻഷൻസ് ഇവിടെ കാണിക്കുക. നിങ്ങൾ ഇൻ ട്രാൻസിഷൻ ആൻഡ് ഇൻ എക്സ്പാൻഷൻ നമ്മൾ ഡിസൈൻ ഓഫ് ട്രാൻസിഷനിൽ നമ്മൾ ടേബിളിൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വിഡ്ത്തിനനുസരിച്ച് ഇത് വരയ്ക്കുക. ഓക്കെ, സോ 2 സെക്ഷൻ എടുക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ഇതിന്റെ ഈ പയറിന്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഡീറ്റെയിൽസ് ആർ ഡ്രോൺ ഓവർ ഹിയർ. രണ്ടാമത്തെ കേസിൽ എന്താണ്,
ഇതിന്റെ സൈഡ് വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഡീറ്റെയിൽസ് ആർ ഡ്രോൺ ഓവർ ഹിയർ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഇത് ക്വസ്റ്റ്യൻ പ്രകാരം എങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത് അത് പ്രകാരം ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 മാർക്സ് കിട്ടും. സോ ദീസ് ഡ്രോയിങ്സ് ആർ ടു ബി ടേക്കൺ കെയർ ഓഫ്. ഡീറ്റെയിൽഡ് ആയിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ആൻസർ ഷീറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബുക്ക്ലെറ്റ് ഏതാണോ ആ ബുക്ക്ലെറ്റിന്റെ അകത്ത് തന്നെയാണ് വരയ്ക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഫോർ ദ ഈസിനെസ് ഓരോ പേജിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പേജിൽ ഇത് വരയ്ക്കാം, അടുത്ത പേജിലേക്ക് ഇത് വരയ്ക്കാം, അടുത്ത പേജിലേക്ക് ഇത് വരയ്ക്കാം, എല്ലാം കൂടി ഒരു സിംഗിൾ പേജിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടും വരയ്ക്കാം. ഇപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് ഷീറ്റ് എടുക്കുക. നോർമൽ നമ്മുടെ സാധാരണ ഡ്രോയിങ് ഷീറ്റിലേക്ക് എടുത്ത് ഡ്രോയിങ് ഷീറ്റിൽ ആസ് പെർ നമ്മൾ സാധാരണ ഡ്രോയിങ് പ്രൊസീജിയേഴ്സിൽ എങ്ങനെ ചെയ്യുന്ന ആ രീതിയിൽ ഈ എൻ്റയർ ഡിസൈൻ വരയ്ക്കും. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിത് ആദ്യം കനാൽ ബെഡ് ലെവൽ എത്രയാണെന്ന് നോക്കണം, ഹൈ ഫ്ലഡ് ലെവൽ എത്രയാണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ കനാൽ ബെഡ് ലെവൽ ഹൈ ഫ്ലഡ് ലെവലും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കനാൽ ബെഡ് ലെവൽ ഈസ് ഗ്രേറ്റർ ദാൻ ഹൈ ഫ്ലഡ് ലെവൽ ആണ്. സോ ദിസ് ഈസ് ആൻ അക്യുഡക്റ്റ്. അക്യുഡക്റ്റിന്റെ ഡിസൈൻ ഫുൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്തിരുന്ന 5 സ്റ്റെപ്സ് അതുപോലെ ചെയ്യുക വിത്ത് ദീസ് ഡീറ്റെയിൽസ്. ഒരിക്കലും ഈ ഒരു ജനറൽ ക്വസ്റ്റിനെ വരുള്ളൂ. അപ്പോൾ പ്രൊസീജിയർ അറിയൂ, വാല്യൂസ് മാത്രമേ മാറുള്ളൂ. നമുക്ക് സുഖമായി സ്കോർ ചെയ്യാം. 5 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 25 മാർക്ക് കിട്ടി. അതിനുശേഷം ഇവിടെ ക്വസ്റ്റ്യനിലെ ഡ്രോയിങ്സിന്റെ ക്വസ്റ്റ്യൻ നോക്കുക. ഹാഫ് സെക്ഷണൽ പ്ലാൻ ഫൗണ്ടേഷൻ ലെവലും ചെയ്യുക, സെക്ഷൻ ത്രൂ ദ സെൻട്രൽ ലൈൻ ഓഫ് ദി ഡ്രെയിനും ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനദർ 25 മാർക്സ് വിൽ ബി ഒബ്റ്റെയിൻഡ്. ഓക്കെ, ഈ രീതിയിലാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാം. ലെങ്തി വീഡിയോ ആണെന്ന് അറിയാം. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ബ്രേക്ക് ഇൻ ടു ഡിഫറെൻറ്റ് സെക്ഷൻസ്. ഓരോ സ്റ്റെപ്പായി പോസ് ചെയ്ത് കേട്ട് നോക്കി എഴുതി ശ്രമിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക.